ചെയ്യുന്നു. സാദരം സ്വാഗതം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മുഹിബ്ബീങ്ങളായ സഹോദരങ്ങൾ, സഹോദരികൾ, നാം ഇന്ന് അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ കുടുംബങ്ങൾക്കൊന്നിച്ച്, അഹ്ലു ബൈത്ത് കുടുംബത്തിനൊന്നിച്ച് കുടുംബസമേതം ജന്നാത്തുൻ നഈമിൽ കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അർഹമുർ റഹീമേ, ഇവിടെ വിശ്രമിക്കുന്ന മഹാനായ ഉപ്പാപ്പയുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ പ്രോഗ്രാം നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ്റെ നിക്കാഹും ഉപ്പാപ്പാൻ്റെ ഉറൂസും സന്തോഷകരമായി നടത്തുകയാണ്, നിങ്ങൾ വരൂലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സന്തോഷത്തിൽ ഒരു വിരുന്നുകാരനാകാനാണ് നിങ്ങളെപ്പോലെ എത്തിയത്. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ ആളുകൾ പറയാം കുറച്ചു നേരം വയലു പറയണമെന്ന്. അപ്പൊ ആ കൽപ്പന വേഗം സ്വീകരിച്ച് കുറച്ച് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകൾ അൽഹംദുലില്ലാഹ് ബദറുസ് സാദാത്ത് തന്നെയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ശേഷം പല പണ്ഡിതന്മാരും വളരെയേറെ കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടന്ന ഒരു കലണ്ടർ പ്രകാശനത്തിന്റെ സമയത്ത് സയ്യിദ് അവർകൾ പറഞ്ഞു, എൻ്റെ മക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കൊടക് ജില്ലയിൽ ഉപ്പാപ്പയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു അക്കാദമി, അല്ലാഹുവേ കർണാടകത്തെയും കേരളത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു വിപ്ലവത്തിന് അതിലൂടെ നീ സാധ്യമാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് താരീഖ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ആധികാരികതയുള്ളതുമായ ചരിത്ര ഗ്രന്ഥം ഒന്ന് താരീഖ് ഇബ്നു ഇസ്ഹാഖ്, മറ്റൊന്ന് താരീഖ് ഇബ്നു ഹിഷാം. അതിനുശേഷം പിന്നെ വന്നതാണ് ഈ സീറ കിതാബുകളെല്ലാം, സീറത്തുൽ ഹലബിയ അടക്കമുള്ളത്. പിന്നീട് താരീഖുകൾ ഏറെ വന്നിട്ടുണ്ട്, താരീഖ് ബഗ്ദാദ് തുടങ്ങി ധാരാളം. ആ താരീഖ് ഗ്രന്ഥങ്ങളിൽ വളരെ ആധികാരികമായി താരീഖ് പറയുന്നിടത്ത് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം സൃഷ്ടിച്ചത് മുതൽക്ക് ഇങ്ങോട്ട് നമ്മളിങ്ങനെ വഴിക്ക് വഴിയായി പഠിച്ചാൽ ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന സയ്യിദ് അവർകൾ വരെയുള്ള
മുത്തുനബിയുടെ കുടുംബ പരമ്പര നമുക്ക് വ്യക്തമായി രേഖയിൽ കിട്ടും. ഇബ്നു മുൻദർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, കതബതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500 ഉമ്മിൻ ഫലം അജിദ് ഫീഹിന്ന അംറൽ ജാഹിലിയത്തി വലാ സിഫാഹിൻ ഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലെ 500 പരമ്പര ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ആ 500 ഉമ്മമാരിൽ ഒരാളും ഇസ്ലാമികമായ വിശ്വാസപ്രകാരമല്ലാതെ ജീവിച്ചിട്ടേ ഇല്ല. ആ 500 പരമ്പരയിൽ ആരിലും ഒരു വാപ്പയിലും ഉമ്മയിലും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു ആശയം ഉണ്ടായിട്ടേ ഇല്ല. സുജൂദിന്റെ താവഴിയിലാണ് നബിയെ തങ്ങളെ നാം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് ഒട്ടേറെ മഹാന്മാർ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, ആ നൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിന്റെ 1000 ആണ്ട് മുമ്പ് സൃഷ്ടിച്ചു. പിന്നീട് അല്ലാഹു തആല മലായികത്തിനെ സൃഷ്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ തസ്ബീഹ് ഇങ്ങനെ കേട്ടിട്ട് അതിനൊപ്പം മലക്കുകളും തസ്ബീഹ് ചൊല്ലി. ആ തസ്ബീഹ് ഏതായിരുന്നു എന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് അത് അവർക്ക് പ്രത്യേകമായുള്ള തസ്ബീഹാണ് എന്നും അതല്ല, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100 ചൊല്ലിക്കൊണ്ടിരുന്ന തസ്ബീഹ് എന്നും ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന 100 പിന്നീട് ഉപ്പാപ്പ നബി ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം ആദം നബി അലൈഹിസ്സലാമിൽ നിക്ഷേപിച്ചു. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينتي فأهبطني الله في صلب آدم إلى الأرض وجعلني في السفينة في صلب نوح. ഈ ചരിത്രം ഏതാണ്? താരിഖ് ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിശാമും ഒക്കെ പറഞ്ഞ ഖാല ഇബ്നു ഇസ്ഹാഖ ലമ്മാ കാനൽ യൗമു സാബിഉ ദബഹൻ ഹുജദ്ദു. അങ്ങനെ താരിഖ് ഇബ്നു ഇസ്ഹാഖ് ആ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തി വരുന്നിടത്ത് നമുക്ക് വായിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100 അത് ആദം നബി അലൈഹിസ്സലാമിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു. പിന്നീട് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ മുത്തുനബിയുടെ പ്രകാശം വന്നു ചേർന്നപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയാണ്, ആദം നബിയുടെ ശരീരത്തിൽ നിന്ന് ഒരു സൗണ്ട്, ഒരു അശരീരി അല്ലെങ്കിൽ ഒരു ശബ്ദം അതിങ്ങനെ ആദം നബിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായതായി ആദം നബിക്ക് തന്നെ തോന്നുകയാണ്. എന്നിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവേ എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഞാൻ ഒരു തസ്ബീഹ് കേൾക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഓ ആദമേ, നിങ്ങളെ മകനായി അവസാനത്തിൽ ജനിക്കാൻ പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം നിങ്ങളെ ശരീരത്തിലുണ്ട്. ആ പ്രകാശത്തിന്റെ തസ്ബീഹാണ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, റബ്ബേ ആ പ്രകാശം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആ പ്രകാശത്തെ ഒന്ന് കാണാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ 2 വിരലിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 വിരലിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാം അത് കൺകുളിർക്കെ കണ്ട് ആനന്ദിച്ച്
സന്തോഷത്തിന്റെ ആധിക്യത്തിൽ അതിന് മുത്തം വെച്ചു. ആ സ്മരണയാണ് അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഉപ്പാപ്പയുടെ 2 വിരലിൽ പ്രത്യക്ഷപ്പെട്ട ആ പ്രകാശത്തെയാണ് ആ ബാങ്കിൻ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് മുത്തം വെച്ചിട്ട് കണ്ണിൽ ഇങ്ങനെ തടകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ പ്രകാശത്തിന് അന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന തൊട്ടടുത്ത വിരലാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് മുസബ്ബഹ വിരൽ എന്ന് പേര് വരുന്നത്. ആ പ്രകാശം അത് ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ശീസ് നബി അലൈഹിസ്സലാമിലേക്ക്, അവിടെ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമിലേക്ക്, അവിടെ നിന്ന് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അങ്ങനെ അമ്പിയാക്കളുടെ പരമ്പരയിൽ മിൻ സുൽബി നബിയ്യിൻ ഇലാ സുൽബി നബിയ്യിൻ ഹത്താ സിർതു നബിയ്യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, അവരിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, അവരിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, അങ്ങനെ അമ്പിയാക്കളെ മുതുകിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം വന്നതിനെ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മിൻ സുൽബി നബിയ്യിൻ ഇലാ സുൽബി നബിയ്യിൻ ഹത്താ സിർതു നബിയ്യാ. ചില സംഭവങ്ങളൊക്കെ വിശ്വാസി ഹൃദയങ്ങൾ അല്പമെങ്കിലുമൊക്കെ ഒരു മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇപ്പോ നമ്മുടെ സ്വന്തം മക്കള് തന്നെ വല്ലതും ചോദിച്ചാൽ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയാത്തപ്പോൾ എന്റെ മാതാപിതാക്കളാണ് എന്നെ ഇങ്ങനെ വഴികേടിലാക്കിയത് എന്ന് മക്കൾ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു അശ്രദ്ധയിൽ കേട്ട് പോകലല്ല, കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കൂടി വേണം. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. പണ്ട് മദ്രസയിൽ മുഫത്തിഷ് വന്നപ്പോഴേ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, കുളിയുടെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ബേജാറായി നിന്നപ്പോ 2 കുട്ടികൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ ഇവിടെ കുളത്തിൽ ഇറങ്ങി മുങ്ങലാണ്, പിന്നെ 13, 14 നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാനൊക്കെ പല മറുപടിയും പറയാം. പക്ഷെ നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി ആധികാരികമായി അല്പമെങ്കിലും നമ്മൾ ഇഷ്ടംപോലെ വഅളുകളും പ്രസംഗങ്ങളും ഒക്കെ നാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ യൂട്യൂബിലൊക്കെ റത്ബും യാബിസും തിരിച്ചറിയാൻ സാധിക്കാത്തവര് എല്ലാം കൂടി കേട്ടിട്ട് പഴച്ചു പോയത്. ആരാ പറയുന്ന ആള്, എന്താ പറയുന്ന ആശയം, ഇതൊന്നും മനസ്സിലാക്കാതെ കേൾക്കാൻ നിൽക്കരുത്. പലപ്പോഴും ഈമാൻ തെറ്റിച്ച് കളയുന്ന തരത്തിലുള്ള പല പ്രസംഗങ്ങളും നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയത്തോ ഹദീസോ ഓതുമ്പോഴേക്ക് നമ്മളെ സാധാരണക്കാര് ഇത് ദീനാണ് എന്നാ മനസ്സിലാക്കുക. ആയത്തോ ഹദീസൊക്കെ ഓതിങ്ങാണ്ട് തന്നെയാണ് ഇപ്പൊ ആൾക്കാർ അള്ളല്ല എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതന്നെ ഓർമ്മ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ വേറൊന്നും ഉണ്ടാവില്ല. ഞങ്ങളവിടെ ഒരു പള്ളിയിൽ ജനറൽ ബോഡിന്റെ സമയമായി, കുറച്ച് ബഹളാമയമായ ജനറൽ ബോഡിയാണ്. അപ്പൊ ഈ വെള്ളിയാഴ്ച ജനറൽ ബോഡിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും. അപ്പൊ ആളുകളൊക്കെ ജുമാക്ക് ധാരാളം വന്നിട്ടുണ്ട്. ജനറൽ ബോഡി എന്നാണ് എന്ന് അറിയാനും ജനറൽ ബോഡിയുടെ ലിസ്റ്റ് വായിക്കും, അത് കേൾക്കാനും ഒക്കെ കാത്തിരിക്കുക. ഇത് മനസ്സിൽ വെച്ചിട്ടിരിക്കുന്ന ഒരാള് നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് കാലിയാര് ദ്വാർന്നു. അപ്പൊ ദ്വാർക്കുമ്പോ ഇയാളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറക്കൊക്കെ ഉണർന്നു നോക്കുമ്പോ ദുആ കഴിഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ സംസാരത്തിന് എഴുന്നേറ്റ് നിന്ന് ഒരു ലിസ്റ്റ് ഇങ്ങനെ വായിക്കുന്നത്. ലിസ്റ്റ് വായിക്കുന്നത് കേട്ടപ്പോ ഇയാള് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറഞ്ഞു, എന്റെ പേര് വായിച്ചിട്ടില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇത് മയ്യത്ത് നിസ്കാരത്തിന്റെ കത്താണെന്ന്. അല്ലാഹ്, നമ്മളെ മനസ്സിൽ വേറെന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്നോണ്ടായിരുന്നു. നമ്മളെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മുടെ മനസ്സ് തുറക്കണം. എനിക്ക് അറിയണം, ഞാൻ പഠിക്കണം. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് നബിതങ്ങൾ ലോകത്ത് പൂജാതരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹ ജീവിതത്തിൽ 6 മക്കളുണ്ടായി. 2 ആണും 4 പെണ്ണും.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ശേഷം മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയിൽ ഒരു കുട്ടി ജനിച്ചു, ഇബ്രാഹിം. അങ്ങനെ 3 ആൺമക്കളും 4 പെൺമക്കളുമാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായത്. അതിൽ നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് പഠിക്കണം. അവിടെ ആദ്യം റസൂലുള്ളാഹിക്ക് ജനിച്ചിരിക്കുന്ന മോന് ഖാസിം റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ വഫാത്തായി. രണ്ടാമത് പിന്നെ ഉണ്ടായ ആൺകുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ വഫാത്തായി. മൂന്നാമത് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരിക്കുന്ന മോന് അവിടെ ഒരല്പം ചരിത്രം ഒന്ന് അറിയണത് നല്ലതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഉംറത്തുൽ ഖളാ ആണ് പിറ്റേത്തെ കൊല്ലം. അതായത് ഹിജ്റയുടെ 6-ാം വർഷം നബി തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വന്നു. അന്ന് ശത്രുക്കൾ അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ സ്വഹാബാക്കൾക്ക് ആർക്കും തൃപ്തിയില്ലെങ്കിലും നബി തങ്ങൾ ആ മസ്ലഹത്തിന്റെ കരാറിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചു. ഹുദൈബിയ എന്ന് പറഞ്ഞാല് എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോയിട്ട് കൊല്ലം 6 കഴിഞ്ഞു. സ്വഹാബാക്കളൊക്കെ കഅബ ശരീഫ് കാണാതെ കാത്തു നിൽക്കുകയാണ്. മദീനക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വിശ്വാസിയായി കഅബ ശരീഫ് തീരെ കണ്ടിട്ടില്ല. ഈ 2 കൂട്ടരും ദാഹിച്ച് മോഹിച്ച് നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ഉംറ പ്രഖ്യാപിച്ചത്. സ്വഹാബാക്കൾ മുഹാജിറുകളും അൻസാരികളും ഒന്നിച്ച് ഉംറക്ക് പുറപ്പെടാൻ ഹബീബ് റസൂലുള്ളാഹി അവര് നല്ല ശക്തിയിൽ വന്നു. മക്കത്ത് അടുത്തെത്തി എന്ന് പറഞ്ഞാൽ എത്ര അടുത്ത്? നമ്മളെപ്പോഴും മടക്കര പാലം ഇറങ്ങി. ഇനി മാട്ടൂൽക്ക് എത്രയുള്ളത്? 3 കിലോമീറ്റർ ഉണ്ട്. വളരെ അടുത്ത്. അപ്പോഴാണ് ശത്രുക്കൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. എല്ലാ സ്വഹാബാക്കളും ശത്രുക്കൾ വെച്ചിരിക്കുന്ന ആ ബാരിക്കേഡുകളൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് കഅബ ശരീഫിലേക്ക് പോകാൻ ശക്തരാണ് സ്വഹാബാക്കൾ. പക്ഷെ നബി തങ്ങൾ അവരവിടെ നിർത്തി. ഇപ്പൊ ആയിട്ടില്ല. അവസാനം അപ്പുറത്ത് നിന്ന് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്ത സുഹൈൽ റളിയല്ലാഹു അൻഹു വന്നു. സന്ധി സംഭാഷണങ്ങളൊക്കെ നടന്നു. ഒരിക്കലും സ്വഹാബാക്കൾ പ്രതീക്ഷിക്കാത്ത ഒരു കരാറിൽ നബി തങ്ങൾ ഒപ്പുവെച്ച ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, നമുക്ക് മദീനത്തേക്ക് തിരിച്ചു പോകാം, എല്ലാവരും ഉംറയിൽ നിന്ന് തഹല്ലുലാവണം. അതാണ് കേട്ടപ്പോ നബി തങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത ഒരു അനുഭവം. ഒരൊറ്റ സ്വഹാബിയും അതിന് തൃപ്തിയില്ലാത്ത മുഖമാണ് കാണിച്ചത്. ആരും എതിര് സംസാരിച്ചില്ലെങ്കിലും ആരും അംഗീകരിച്ചില്ല എന്ന് തോന്നും. വല്ലാത്തൊരു രംഗം. നബി തങ്ങൾ തന്നെ അല്പം വിഷമിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തേക്ക് കയറി. അതായത് താൽക്കാലികമായി ഷെഡുണ്ടാക്കിയ ഖൈമക്കകത്ത് കയറി. അന്ന് നബി തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ആരാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വലിയ ധൈര്യമുള്ള സഹോദരിയാണ്. അങ്ങനെയാണ് നമ്മളെ ഭാര്യമാർക്കും ചില ധൈര്യമൊക്കെ വേണം. എല്ലാത്തിനും കരയാൻ പഠിച്ചാൽ പോരാ. ആവശ്യമാകുന്ന സമയത്തൊക്കെ ഭാര്യമാർക്ക് എന്ത് വേണം? ഭർത്താക്കന്മാർക്ക് ചില ധൈര്യം കൊടുക്കാൻ, ചില മാനസിക പിന്തുണ കൊടുക്കാൻ. അതാണ് ഒരു ഭാര്യയുടെ കഴിവ്. ഒരു ഇണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ജബലുൻ നൂറിന് മുകളിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വഹയി കിട്ടിയിട്ട് ആ വഹയിന്റെ ഭാരം താങ്ങാനാവാതെ, പടച്ചവനെ ഈ അമ്പിയാക്കളൊക്കെ ഏറ്റെടുത്ത ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതാണല്ലോ, ആ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല, ആ ഭാരം ഏറ്റെടുത്തുകൊണ്ട് നബി തങ്ങൾക്ക് ആ താങ്ങാവുന്നതിൽ അധികമാണോ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം? അതിൽ ഒന്ന് വിറച്ചു നബി തങ്ങൾ. അങ്ങനെയാണ് പനി വന്നത്. അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ച് പനിച്ചതല്ല. അങ്ങനെ ഒരു പൊതു വയല് നമ്മളിങ്ങനെ കേൾക്കാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം. അപ്പൊ ഖദീജ ബിബിയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ അവിടെ കടത്തി ഒരു കൈ കൊണ്ട് ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, നബി തങ്ങൾ എന്തിനാ ബേജാറാകണത്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എത്തി മക്കൾക്ക് വാപ്പയല്ലേ? നിങ്ങൾ ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന ആളല്ലേ? നിങ്ങൾ വിഷമിച്ചു വന്ന ആളുകൾക്ക് അത്താണിയായി നിൽക്കുന്ന ആളല്ലേ? നിങ്ങൾ പട്ടിണി കിടക്കുന്നവരെ സംരക്ഷിക്കുന്ന ആളല്ലേ? അങ്ങനത്തെ നിങ്ങളെ, ഈ കുടുംബത്തിന് മുഴുവനും നിങ്ങളല്ലേ ഉത്തരവാദിത്വമുള്ള ആള്? അങ്ങനത്തെ നിങ്ങളെ അള്ളാഹു കൈയൊഴിക്കുകയോ
എന്ന് ചോദിച്ചുകൊണ്ട് ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഒരു കുടുംബ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കുടുംബിനി എപ്പോഴും ഭർത്താവിന്റെ മുഖം നോക്കിക്കൊണ്ട് ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വരണം. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെയാണ് നമ്മൾ ജബൽനൂറിന് വരുന്നതെങ്കിൽ ആരാ നിങ്ങളോട് അതിന്റെ മുകളിൽ പോയി കയറാൻ പറഞ്ഞത്? ഈ കണ്ട നേരത്തെ സ്ഥലമെല്ലാം ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ പോയി കയറണം അല്ലേ? അല്ല, നമുക്ക് വേഗം ഏത് പറയലാണ് വരിക? നെഗറ്റീവ് സംസാരിക്കലാണ് നമ്മുടെ അടുത്തുണ്ടാവുക. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുന്നത് കണ്ടോ? എപ്പോഴും അങ്ങനെയാണ്. സഹധർമ്മിണി എന്നതാണ് ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാളത്തിൽ വന്ന ഒരു പ്രയോഗമാണ്. സഹധർമ്മിണി, ഇണയും തുണയും, സൗജൈൻ ഇണയും തുണയും. നമ്മളെ കാലിൽ ധരിക്കുന്ന 2 ഷൂ അൽഹംദുലില്ലാഹ് ഒരു ജോഡി ഉണ്ടെങ്കിലേ നമ്മൾ ധരിക്കുള്ളൂ അല്ലേ? നമ്മളിവിടെ ഊരിട്ട് ഒരു ഷൂ കാണാനില്ല, എന്നാ മറ്റേത് ഇട്ടുകൊണ്ട് നമ്മൾ പോവുക, മറ്റതും കൂടി ഇവിടെ നിന്നോട്ടെ, ഒറ്റ ചെരുപ്പിട്ടിട്ട് ആരും പോവില്ല. ഒരു ജോഡിയാണ്. അപ്പോ ഇണയും തുണയും ഒരു ജോഡിയാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഒരു കച്ചവടക്കാരനായ ഭർത്താവാ, അദ്ദേഹം പീടികയൊക്കെ അടച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ഭാര്യമാര് ഭർത്താക്കന്മാരെ മുഖത്ത് നോക്കി മനസ്സിലാക്കണം ഇന്ന് കച്ചവടം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ. കമ്പിയും സിമെന്റും വെക്കുന്ന ഒരു കച്ചവടം നമ്മളവിടെ രാജ്യമായിരിക്കും, ചെറുപ്പക്കാരൻ രാജ്യമായിരിക്കും. രാവിലെ പോയി കട തുറന്ന് ആരും പീടികയിൽ വന്നില്ല. 5 മണിക്ക് പീടിക പൂട്ടാൻ സമയമായി. ഒറ്റ കുട്ടിയാന്ന് കച്ചവടം നടന്നിട്ടില്ല. കച്ചവടം നടന്നിട്ടില്ലെങ്കിലും കറണ്ട് ബില്ല് കൊടുക്കണം, പണിക്കാരെ കൂലി കൊടുക്കണം, നികുതി കൊടുക്കണം, ചെക്ക് മടങ്ങും, അത് നോക്കണം, എന്തെല്ലാം ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ബേജാറായിട്ട് പീടി അടക്കാൻ നോക്കുമ്പോ ഒരു കാറിൽ 4 ആള്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇയാള് വിചാരിച്ചു രാവിലെ ആരും ഉദ്ഘാടനത്തിന് വന്നില്ലെങ്കിലും സമാപനെങ്കിലും നന്നാകട്ടെ എന്ന് വിചാരിച്ചു. 4 ആള് കാറിൽ വന്ന് ഇറങ്ങിയത് കണ്ടപ്പോ മുതലാളി ചായക്ക് പറഞ്ഞോ. അങ്ങനെ മുതലാളിക്ക് ഒരു ചായ, മറ്റു വന്ന 4 ആൾക്കാർക്ക് 5 ചായ പറഞ്ഞു. ചായ എല്ലാം കൊണ്ടുവച്ചിട്ട് കച്ചവടക്കാരൻ ചോദിച്ചു, അല്ല പിന്നെ എന്തേലും എന്ന് വെച്ചു. അപ്പൊ നോക്കുമ്പോ ഇവര് 4 ആളും യത്തീങ്കാന്റെ പിരിവാ. അങ്ങനെയാണ് അന്നത്തെ പീടി. പിന്നെ അന്ന് പീടി അടച്ചിട്ട് വരുമ്പം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കണ്ടേ ഭാര്യക്ക് ഇന്ന് കച്ചവടം കിട്ടിയില്ലേന്ന്. ഇവിടെയാണ് ഗൾഫിൽ നിന്ന് ഭർത്താക്കന്മാര് വരുമ്പോൾ ലഗേജും ഒക്കെ നോക്കിയിട്ടല്ല നമ്മൾ ആളെ വിലയിരുത്തേണ്ടത്. ഇതാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് അന്ന് റസൂലുള്ളാഹിന്റെ കൂടെ ടെന്റിലുള്ള ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത് തഹല്ലുലാകാൻ വേണ്ടി സ്വഹാബാക്കളോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ തഹല്ലുലാകണോ ആകണ്ടേ, എന്താ വേണ്ട, മാനസിക വിഷമാണ്, മക്കൾ കാണാതെ തിരിച്ചു പോണേ. അപ്പൊ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ തങ്ങൾക്ക് എന്താ ഒരു വിഷമം പോലെ? അപ്പൊ പറഞ്ഞു, ഉമ്മു സലമ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് വേറെ ഇല്ലല്ലോ. സ്വഹാബാക്കൾക്ക് ആർക്കും തഹല്ലുലാകാൻ താല്പര്യമില്ല, അവരൊക്കെ ഉംറ ചെയ്തിട്ടേ പോരൂ എന്ന രീതിയിലാണ്, ഞാൻ അതുകൊണ്ടാണ് വിഷമിക്കുന്നത്. അപ്പൊ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ ഒരൊറ്റ ചോദ്യം റസൂലുള്ളാഹിനോട്, നബിയെ അള്ളാഹു തീരുമാനിച്ചതല്ലേ തങ്ങൾ തീരുമാനിക്കുള്ളൂ, അള്ളാഹു അറിയിച്ചതല്ലേ തങ്ങൾ തീരുമാനിക്കുള്ളൂ, അള്ളാഹു ഏൽപ്പിച്ചതുപോലെ തങ്ങൾക്ക് അങ്ങ് ചെയ്താ പോരെ, സ്വഹാബാക്കളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാനാണോ, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച കാര്യം അങ്ങ് ചെയ്താ പോരെ. അതാണ് കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി സ്വഹാബാക്കളിലേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, എവിടെയാ മുടി കളയുന്ന ആളെന്ന് ചോദിച്ചു. മുടി കളയുന്ന ആളെന്ന് വിളിച്ചു. എവിടെ അറുക്കുന്ന ആളെന്ന് ചോദിച്ചു. ആടിനെ അറുക്കാൻ വേണ്ടി പിടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളയാൻ തുടങ്ങി. സ്വഹാബാക്കളൊക്കെ മുടി കളയാൻ തുടങ്ങി. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ധൈര്യം കണ്ട നിങ്ങൾ. ഒരു ഇണയും തുണയും. ഭാര്യക്കൊരു ക്ഷീണമാണെന്ന് തോന്നിയാൽ ഭർത്താവ് നല്ലപോലെ അവർക്ക് താങ്ങും തണലുമാവണം. ഭർത്താവിനാണ് ഒരു ക്ഷീണം എന്ന് വന്നാൽ അവിടെ ഭാര്യ നല്ല താങ്ങും തണലുമാവണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഭാര്യമാരായി ജീവിച്ച ആളുകളിൽ ഖദീജ ബീബിയിൽ മാത്രമേ മക്കൾ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 10 ഭാര്യമാരിലും മക്കളില്ല. ആ സമയത്താണ് ഹിജ്റ 7-ാം വർഷത്തിന് ശേഷം ഉംറത്തുൽ ഖളാ കഴിഞ്ഞു വന്ന് അത് ലോകത്ത് വാർത്തയായി. അന്ന് രാജ്യം ഭരിച്ച മുഴുവൻ രാജാക്കന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൈബിയ സന്ധി അതുമായി ബന്ധപ്പെട്ട ചരിത്രം എല്ലാവരിലും എത്തി. ലോകം അത് അംഗീകരിച്ചു ആ നേതാവിനെ. ആ ഉംറത്തുൽ ഖളാ കഴിഞ്ഞു വന്നിട്ട് റസൂലുള്ളാഹി ഹിജ്റയുടെ 7-ാം വർഷത്തിന് ശേഷം നബി തങ്ങൾ രാജാക്കന്മാർക്ക് കത്തെഴുതാൻ തുടങ്ങി, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്.
ആ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുമ്പോൾ കിസ്റ ചക്രവർത്തിക്ക് കത്തെഴുതി, റോമ ചക്രവർത്തിക്ക് കത്തെഴുതി. ഓരോ കത്തും തയ്യാറാക്കിയിട്ട് അത് കൊടുത്തയക്കുമ്പോൾ എന്ത് ചെയ്യും? ആ നാടിന്റെ ഭാഷ, ആ നാട്ടിന്റെ സാഹചര്യം, അവിടുത്തെ സംസ്കാരം, ഇതൊക്കെ അറിയുന്ന സ്വഹാബാക്കളെയാണ് ഓരോ സ്ഥലത്തേക്കും പറഞ്ഞേക്കാം. ഒരു മഹല്ലത്തേക്ക് ഉസ്താദിനെ നിശ്ചയിക്കുമ്പോൾ ഉസ്താദും നോക്കണം ഈ മഹല്ല് എനിക്ക് പറ്റുമോ പറ്റൂലേ, കമ്മിറ്റിക്കാരും നോക്കണം ഇയാൾ ഇവിടേക്ക് പറ്റിയ ആളാണോ അല്ലേ. ഓരോരോ സംഗതികളുണ്ടല്ലോ ഓരോരുത്തരും. എല്ലാവർക്കും ഒരു കഴിവല്ല, എല്ലാവർക്കും ഒരു കഴിവല്ല. അതാണ് റസൂലുള്ളാഹി ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആരോ ചോദിച്ചു, അപ്പൊ ഭംഗിയില്ലാത്ത കുട്ടികളെ ആരാ കഴിക്കാൻ? അങ്ങനെ ഒരു പെണ്ണില്ലല്ലോ. ഉണ്ടോ? ഭംഗിയില്ലാത്തത് എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണില്ല. എല്ലാ പെണ്ണുങ്ങളും ഭംഗിയുള്ള. നിങ്ങൾക്ക് ഭംഗിയില്ലാത്തത് എനിക്ക് ഭംഗിയുണ്ടോ? എനിക്ക് പറ്റാത്ത നിങ്ങൾക്ക് അല്ലേ? അതല്ലേ വാപ്പ മോനിക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോയി വന്നിട്ട് ഇയാളൊന്നും പറയുന്നില്ല. അപ്പൊ 24 മണിക്കൂർ കാത്തിട്ട് ഒന്നും പറയാത്തവ പിറ്റേന്ന് പെരക്കാരി ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ മോനിക്ക് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായിന്ന് വെച്ചു. അതിനെ ഞാൻ കെട്ടിക്കോളാം, ഓനോട് വേറെ പോയി കാണാൻ പറയാം. അല്ലാഹ്, അങ്ങനെയാ. അത് ഓരോരുത്തരുടെ കണ്ണിന് ഇഷ്ടപ്പെടലാണ്. ഇപ്പൊ ഭംഗിയില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ അങ്ങനെ ഓർമ്മപ്പെടുത്തി. അപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്വഹാബാക്കളെ ആ രാജ്യത്തിന്റെ സംസ്കാരം, ഭാഷ ഒക്കെ അറിയുന്നു. അക്കൂട്ടത്തിൽ മുഖൗഖിസ് ചക്രവർത്തി ഖിബ്തി രാജവംശത്തിൽപ്പെട്ട ആളാ. മൂസാ നബിന്റെ ആ കൗമാണല്ലോ. ഖിബ്തി രാജവംശത്തിൽപ്പെട്ട മുഖൗഖിസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് കത്തുമായി പറഞ്ഞയച്ചത് ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ. ഹാത്തബ് റളിയല്ലാഹു അൻഹു സാഹസപ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തി നോക്കുമ്പോൾ രാജാവിനെ കാണാൻ ഒരു നിർവാഹമില്ല. ഒരു തടാകത്തിന്റെ മധ്യത്തിൽ, വെള്ളത്തടാകത്തിന്റെ മധ്യത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് മുഖൗഖിസ് ചക്രവർത്തി താമസിക്കുന്നത്. പ്രത്യേക അനുമതി കിട്ടാതെ അങ്ങോട്ട് കടക്കാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ടവർ ആ രാജ്യത്തെ ജനങ്ങളെ സംസ്കാരവും ഭാഷയും ഒക്കെ അറിഞ്ഞ് അവരൊപ്പം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു രാജകൊട്ടാരത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കത്ത്, ആ കത്ത് ഹാത്തബ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, ഇത് മദീനയിലെ രാജാവ് റസൂലുള്ളാഹി തങ്ങൾ തന്ന കത്താണ്. നിങ്ങളെ രാജാവിന്റെ കയ്യിൽ എന്റെ കൈ കൊണ്ട് ഇത് നേരിട്ട് ഏൽപ്പിക്കണം, അതിനുവേണ്ടി വന്നതാണ്. രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ചോളൂ. രാജസന്നിധിയിലേക്ക് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ കയ്യിൽ നേരെ ഏൽപ്പിച്ചു കൊടുത്തു. ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു വീക്ഷിച്ചു. കത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇയാളെ പ്രതികരണം എന്താണെന്ന്. ചില രാജാക്കന്മാർ കത്ത് വായിച്ച് വലിച്ചു കീറിയിട്ട് ആ സ്വഹാബിയെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ചില രാജാക്കന്മാർ കത്ത് കൊടുത്ത് കത്തുമായി പോയ സ്വഹാബിയെ അപമാനിച്ചിട്ടുണ്ട്. ചിലർ അവരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു കത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ രാജാവിന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നത് കണ്ടു. രാജാവ് തൗറാത്തും ഇഞ്ചീലും ഒക്കെയുള്ള താവഴിയിൽ വിശ്വസിച്ച് വരുന്ന ആളായതുകൊണ്ട് അവസാന കാലത്ത് വരുന്ന നബിയെ പറ്റി അദ്ദേഹത്തിന് ബോധമുണ്ട്. കത്തിൽ മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി. ഹാത്തബിനോട് പറഞ്ഞു, നിങ്ങൾ 2 ദിവസം ഇവിടെ നിൽക്കണം, ഞാൻ ഈ കത്തിൽ വന്ന ആശയത്തെ പറ്റി ഒന്ന് പഠിച്ചിട്ട് നിങ്ങളോട് പറയാം. പ്രജകളായ ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഏർപ്പാട് ചെയ്തു. മോനെ, ആ കത്ത് പോകുമ്പോ കൊടുത്താ പോരെ? മോന്റെ മാതിരിയാണ്, അങ്ങോട്ട് പറഞ്ഞ കേൾക്കല്ലാതെ. അൽഹംദുലില്ലാ. അപ്പോ പോകുന്ന ആളുകൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ അൽഹംദുലില്ലാ, നമ്മളിപ്പോ ഒരു വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് ഒരു കസേരക്കട്ടി ലൈറ്റും കാര്യമൊക്കെ സംഘടിപ്പിച്ച് അല്ലേ, നിങ്ങൾക്ക് ഈ നോട്ടീസ് വായിക്കാൻ വേണ്ടി വെച്ചതല്ലല്ലോ. അത് വാങ്ങി ബാങ്ക് ഈസിയിലിടുക. അല്ലാഹു തആല ഖൈറ് തരുമാറാവട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കത്ത് വായിച്ചിട്ട് അദ്ദേഹം ഹാത്തബ് റളിയല്ലാഹു അൻഹു സ്വീകരണമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അവിടെ താമസിപ്പിച്ചു. എന്നിട്ട് കുറച്ച് ദിവസത്തെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരായപ്പോൾ കത്തിന് മറുപടി എഴുതി. ആ മറുപടി കത്ത് കവർ ചെയ്ത് റെഡിയാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഹാത്തബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മുത്തുനബിന്റെ മതം എന്റെ മനസ്സുകൊണ്ട് തൃപ്തിയാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച ആശയം എനിക്ക് സന്തോഷമാണ്. പക്ഷേ എന്റെ നാട്ടുകാരോട് പറയാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സാവകാശം ആ വിഷയത്തിൽ വേണ്ടതുപോലെ ചെയ്യാം എന്നൊരു തൃപ്തികരമായ ഒരു മറുപടി കൊടുത്തുകൊണ്ട് കത്ത് തിരിച്ചേൽപ്പിച്ചു. കത്തിന് മറുപടി ഏൽപ്പിച്ചു.
കത്തിന് മറുപടിയുടെ കൂടെ കുറച്ച് സമ്മാനമുണ്ട്. എന്താ സമ്മാനം? ഒന്ന്, നബി തങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം. അന്ന് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഏറ്റവും നല്ല വാഹനം ബഗ്ലത്താണ്, ഓവർ കഴുത. അതാണ് ഒരു സമ്മാനം. രണ്ടാമത് ബഹുമാനപ്പെട്ടവര് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സമ്മാനം 1000 ദീനാർ സ്വർണമാണ്. 1000 മിസ്കാല് സ്വർണം. യാ റബ്ബ്, വലിയ ആൾക്കാർ സമ്മാനം കൊടുക്കുമ്പം അങ്ങനെയാണല്ലോ അല്ലേ? വലിയ ആളുകൾക്ക് കൊടുക്കുമ്പോ അതിനനുസരിച്ച് കൊടുക്കണ്ടേ? 1000 മിസ്കാൽ സ്വർണം. അതോടൊപ്പം 2 അടിമ സ്ത്രീകളെ കൊടുത്തു. മുഖൗഖിസ് ചക്രവർത്തിക്ക് ഇംഗ്ലീഷ് രാജാവിൽ നിന്ന് സമ്മാനം കിട്ടിയ 2 സമ്മാനമാണ്. ഒന്ന് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയും ഒന്ന് അവളുടെ ജ്യേഷ്ഠത്തി സീരീനും. ജ്യേഷ്ഠത്തിയെയും അനുജത്തിയെയും സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഈ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഹാത്തബ് റളിയല്ലാഹു അൻഹുവിനെ നല്ല സന്തോഷത്തിൽ യാത്ര അയച്ചു. ആ സന്തോഷത്തിൽ ഈ വാഹനവും ഈ 2 അടിമ സ്ത്രീകളും ഈ 1000 മിസ്കാൽ സ്വർണവും ഇതൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആ 2 പെൺകുട്ടികൾ ജ്യേഷ്ഠത്തെയും അനുജത്തെയും ചെറുപ്പക്കാരി കുട്ടികളാണ്. 2 ഇംഗ്ലീഷുകാരിയായ കുട്ടികളാണ്. അവരിങ്ങനെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുക്കാണ്. എന്താണ്? ഞങ്ങളിവിടെ രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. എന്താണാവോ അവിടെ ചെന്നാലുള്ള സ്ഥിതി, അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ രീതി, ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഈ പെൺകുട്ടികൾ കരയുമ്പോൾ ഹാത്തബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പോകുന്നത് ഒരു രാജാവിലേക്കാണെങ്കിലും രാജാവ് അള്ളാഹുവിന്റെ റസൂലാണ്. അദ്ദേഹം അങ്ങേയറ്റത്തെ സൽസ്വഭാവിയാണ്, ആരോടും ദേഷ്യപ്പെടാത്ത ആളാണ്, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ്. ഹാത്തബ് റളിയല്ലാഹു അൻഹു യാത്രാ മധ്യ അങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്തു. ഈ 2 കുട്ടികൾക്കും അങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്തു, 2 അടിമ സ്ത്രീകൾക്കും. ആ ക്ലാസ് കേട്ട് 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 ഹാത്തബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിൽ ആ 2 പെണ്ണുങ്ങളും മാരിയ റളിയല്ലാഹു അൻഹയും സീരീനും 2 ആളും എന്ത് ചെയ്തു? മദീനയുടെ അതിർത്തി എത്തിയപ്പോഴേക്കും അവര് ഷഹാദത്തി കലിമ ചൊല്ലി. മദീന പള്ളിയുടെ മുൻവശത്ത് കൊണ്ടുവന്ന് നിർത്തി. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കത്ത് കൊടുത്തയച്ചു. ആ കത്ത് ഇങ്ങനെ പൊളിച്ച് വായിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഷഹാദത്തി കലിമ പ്രഖ്യാപിക്കാൻ അവന് സമയം ആവശ്യമായി വേണ്ടി വന്നുവല്ലേ എന്ന് നബി തങ്ങൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ട് ബഹുമാനപ്പെട്ട രാജാവ് കൊടുത്തയച്ചിരിക്കുന്ന സമ്മാനം ഇങ്ങനെ നോക്കുമ്പോൾ 1000 മിസ്കാൽ സ്വർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സാധുക്കൾക്ക് വിതരണം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ യാത്രക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വാഹനം അത് നബി തങ്ങൾ സ്വീകരിച്ചു. പിന്നെ അവിടെ 2 അടിമ സ്ത്രീകളാണുള്ളത്. അതിൽ ഒന്നാരാണ്? ഒന്ന് മാരിയത്ത് റളിയല്ലാഹു അൻഹ, ഒന്ന് ജ്യേഷ്ഠത്തി സീരീൻ. സീരീൻ എന്ന പെണ്ണിനെ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചെറിയ ഒരു വിഷയത്തിൽ ഒരു മാനസിക പൊറുതികളിൽ നിൽക്കുന്ന സമയമാണ്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കാണും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം ചേർന്നപ്പോൾ ഒരു മീറ്റിംഗിൽ ആരും ഇരുന്നിട്ടുണ്ട്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടുണ്ട്. അതിന്റെ ഒരു നീരസം പിന്നീട് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ മൂപ്പരെ മനസ്സിന്നതാണ് മാഞ്ഞു പോയും ചെയ്തോട്ടെ, സന്തോഷത്തിൽ നിൽക്കട്ടെ. നബി തങ്ങൾ അങ്ങനെയാണ്, ഒരാളെ മനസ്സിനെ ഫീലിംഗ് ആക്കാൻ അനുവദിക്കൂല. അപ്പോ സീരീനെ വേഗം റസൂലുള്ളാഹിനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചു. ആ സമയത്തായിരിക്കാം ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആ പ്രത്യേകമായ ബൈത്ത് ചൊല്ലിയത് എന്നും അഭിപ്രായപ്പെട്ടത് കാണാൻ പറ്റും. ഇരിക്കട്ടെ. അപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കൊണ്ട് കല്യാണം. മാരിയത്ത് റളിയല്ലാഹു അൻഹയെ അടിമ സ്ത്രീയായി റസൂലുള്ളാഹി സ്വീകരിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് മദീനത്ത് 10 ഭാര്യമാരുണ്ട്. മാരിയത്ത് റളിയല്ലാഹു അൻഹയ്ക്ക് താമസിക്കാനും സീരീന് താമസിക്കാനുമായി മദീന പള്ളിയുടെ കുറച്ച് മേലെ അവാലി മദീന, ഇപ്പോഴും പോയാൽ കാണും ആ വീടും സ്ഥലമൊക്കെ നിന്നിരുന്ന സ്ഥലം. അവാലി മദീന, മേലെ മദീന. അവിടെ ഒരു ചെറിയ വീട് 2 ഉണ്ടാക്കിയിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിന് ഒരു വീടും മാരിയത്തിന് താമസിക്കാൻ റസൂലുള്ളാഹിക്ക് ഒരു വീടും, അങ്ങനെ അവിടെ താമസം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്ക് മാരിയത്തിന്റെ കൂടെ താമസിക്കാൻ വേണ്ടി പോകും. അങ്ങനെ നബി തങ്ങളും മാരിയത്ത് റളിയല്ലാഹു അൻഹയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൽ മാരിയ ഗർഭിണിയായി. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം നബി തങ്ങൾക്ക് ആരിലും മക്കളില്ല. മാരിയത്ത് റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോൾ മദീനക്കാരൊക്കെ ഹർഷപുളകിതരായി. നബി തങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുന്നു.
മാരിയത്ത് റളിയല്ലാഹുവിനെ പ്രസവിച്ചു നോക്കുമ്പോൾ നല്ല ഒരു ആൺകുഞ്ഞാണ്. ആ വിവരം കിട്ടിയപ്പോൾ എല്ലാവർക്കും മുത്തുനബിക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ 2 ആൺകുട്ടികൾ ഉണ്ടായിട്ട് വഫാത്തായതാണ്. നബി തങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു. വല്ലാത്ത ആഹ്ലാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു മാതൃക കാണിച്ചു തരണല്ലോ. നബി തങ്ങൾ ആ കുട്ടിക്ക് പേര് വെച്ചു. അവിടെ ചരിത്രത്തിൽ നല്ലൊരു പാഠം നൽകുന്നുണ്ട്. അതെന്താ? മാരിയത്ത് റളിയല്ലാഹുവിനെ ഗർഭിണിയായപ്പോൾ റസൂലുള്ളാഹ് ഗർഭത്തിന് മുമ്പ് പോകുന്നതിനേക്കാൾ കൂടുതൽ നബി തങ്ങൾ അവരെ വീട്ടിൽ പോകും, സുഖവിവരങ്ങൾ അന്വേഷിക്കും, കുറച്ച് കൂടുതൽ സമയം അവിടെ ഇരിക്കും, ആശ്വസിപ്പിക്കും. ഇത് കാണാം. പ്രസവം അടുത്ത തൊട്ട് മുമ്പും അതേപോലെ തന്നെ പ്രസവത്തിന് ശേഷമുള്ള കുറച്ച് ദിവസവും ബഹുമാനപ്പെട്ട മാരിയത്ത് റളിയല്ലാഹുവിനയുടെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 17 ദിവസത്തോളം ഒപ്പം താമസിച്ചു. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഒരു ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കേണ്ട ഏറ്റവും നല്ല സമയം അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. ഗർഭിണിയാകുമ്പോൾ ഭാര്യമാർക്ക് നല്ല ആശ്വാസം കൊടുക്കണം, നല്ല സന്തോഷം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം, നല്ല സമാധാനം കൊടുക്കണം. അവരെ വേദനിപ്പിക്കുന്നത്, അവരെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്നത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മളെ ഗൾഫിലെ കുട്ടികളൊക്കെ 90 കഴിഞ്ഞിട്ട് വരാൻ നിൽക്കാണ് പ്രസവിച്ചിട്ട്, അല്ലേ? പ്രസവിച്ചിട്ട് 40 കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ടല്ലേ സിറാജ് നമ്മളൊക്കെ അവിടെ അബുദാബിയിലുള്ളപ്പോ 40 കഴിഞ്ഞിട്ട് നിങ്ങൾ വരണമെന്നില്ല, ഇവരങ്ങോട്ട് വന്നോളൂ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഗർഭിണികൾ റസൂലുള്ളാഹി തങ്ങൾ മാരിയത്തിന്റെ കൂടെ 17 ദിവസം പ്രസവത്തിന്റെ തൊട്ട് മുമ്പും പ്രസവത്തിനോട്. എന്തുകൊണ്ട്? ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം പ്രസവം ഇങ്ങനെ അടുത്തിട്ട് അതിന്റെ വേദനകളും അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഭർത്താവ് അടുത്തുണ്ടായാൽ, അഥവാ ഈ ഗർഭത്തിരിക്കുന്ന കുട്ടിയുടെ പിതാവ് ഉണ്ടെങ്കിൽ അത്ര സമാധാനം ഒരു ഗൈനക്കോളജിസ്റ്റും ഒരു ഡോക്ടറും ഒരു മിഷനറീസും ആര് അടുത്തു നിന്നാലും ഇതിന്റെ അത്ര സമാധാനം ഉണ്ടാകൂല. ഭർത്താക്കന്മാർ നല്ല പോലെ ശ്രദ്ധിക്കണം ഭാര്യമാരെ ഗർഭകാലം. ഇപ്പൊ നമ്മൾ ചൂരൽമലയിൽ വയനാട്ടിൽ കുഴപ്പമുണ്ടായല്ലോ, പ്രളയം ഉണ്ടായി. അവസാനം അതില് ബാക്കിയായിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ 23 ഗർഭിണികളുണ്ട്. 23 ഗർഭിണികൾ. ആ 23 ഗർഭിണികളിൽ 1-2 സഹോദരിമാർ ഇപ്പൊ പ്രസവിച്ചല്ലോ. ആരും സംരക്ഷിക്കാനില്ല. ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് വാപ്പ ജീവിച്ചിരിപ്പില്ല, ഉമ്മാമ ജീവിച്ചിരിപ്പില്ല, ഉപ്പാപ്പ ജീവിച്ചിരിപ്പില്ല, കുടുംബത്തിൽ ആരുമില്ല. ആര് മാത്രം? ഉമ്മ മാത്രം. നോക്കൂ നിങ്ങൾ, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് എത്ര വേദനയുണ്ടാകും. മാരിയത്ത് റളിയല്ലാഹു അൻഹയെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭകാലത്ത് നല്ലപോലെ ശുശ്രൂഷിച്ചു, പരിപാലിച്ചു. കുട്ടി ജനിച്ചപ്പോൾ നബി തങ്ങൾ ആ കുട്ടിക്ക് വെച്ച പേരെന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആൺകുട്ടിയാണ് ജനിച്ചതെന്ന് കേട്ടപ്പോൾ എല്ലാവരും ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ നബി തങ്ങൾ ആ കുട്ടിക്ക് വെച്ചിരിക്കുന്ന പേര് ഇബ്രാഹിം. ഉപ്പാപ്പാന്റെ പേരാ വെച്ചത്. നമ്മളൊക്കെ പേരിന് വേണ്ടി തെരഞ്ഞെടുക്കാണ്, അല്ലേ? എത്ര ആളുകളാ ഫോൺ ചെയ്യണത് പേര് കിട്ടാൻ വേണ്ടി. സഹോദരിമാരൊന്ന് മനസ്സിലാക്കണം, എത്ര നല്ല നല്ല പേര്. അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കൊടുത്ത ബീബി ഹലീമത്തു സഅദിയ, നബി തങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുന്നോട്ട് വന്ന ചരിത്ര പ്രസിദ്ധയായ മൻ സറഹു അൻ യൻദുറ ഇല ഇംറഅത്തി മിൻ ഹൂറില്ലീൻ, ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഭൂമിയിൽ കാണണോ? ഫൽയൻദുർ ഇല ഉമ്മു ഐമൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ ആരാ? ഉമ്മു ഐമൻ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മാനെ ആമിന ബീവിയെ അബ്ദുല്ലാഹ് തങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ അന്ന് ആ വീട്ടിൽ വേലക്കുള്ള ആളാ. റസൂലുള്ളാഹിന്റെ പ്രസവ ശുശ്രൂഷ എടുത്ത പെണ്ണാണ് ഉമ്മു ഐമൻ. റസൂലുള്ള പിന്നീട് വലുതായി ഖദീജ ബീവിനെ കല്യാണം കഴിച്ചു. ഖദീജ ബീവിന്റെ പ്രസവത്തിനൊക്കെ ശുശ്രൂഷ ചെയ്ത ആളാണ് ഉമ്മു ഐമൻ. ഖദീജ ബീവിക്ക് മക്കളുണ്ടായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ആ പ്രസവ ശുശ്രൂഷ നൽകിയിരിക്കുന്ന ആളാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. മൻ സറഹു അൻ യൻദുറ ഇല ഇംറഅത്തിൻ തംശി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണിനെ കാണണോ? ഉമ്മു ഐമനെ കണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഉമ്മയാണ് ഉമ്മു റുമ്മാൻ. ആരാണ് ഉമ്മു റുമ്മാൻ? ഉമ്മു റുമ്മാൻ ആരാ? അല്ലാഹു റബ്ബി, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ 13 കൊല്ലക്കാലത്തെ മക്ക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രഹസ്യം മുഴുവനും ചർച്ച ചെയ്തത് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ നിന്നാണ്. ആ രഹസ്യങ്ങൾ മുഴുവനും അറിയുന്ന പെണ്ണാണ് സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ. പക്ഷേ അവരിൽ നിന്ന് ഒരു രഹസ്യവും ചോർത്തിയെടുക്കാൻ ഒരു ശത്രുവിനും സാധിച്ചില്ല. ഉമ്മു റുമ്മാൻ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മയാരാ? ബീവി ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. റിഫായി ശൈഖ് തങ്ങളുടെ ഉമ്മയാരാ? ബീവി ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ. ഇതൊന്നും നമ്മളെ കുട്ടികൾ പഠിച്ചു വെക്കൂല. എത്ര നല്ല ആൺകുട്ടികളെ പേരും പെൺകുട്ടികളെ പേരും. എന്നോട് ഒരു ചങ്ങായി ചോദിച്ചു, പാതിരാക്ക് ഫോൺ ചെയ്തിട്ട്, ഉസ്താദേ ഭാര്യക്ക് ഗർഭമായി പ്രസവിച്ച് നല്ലൊരു പേര് പറഞ്ഞു. നല്ലത് എന്ന് പറഞ്ഞാല് അല്ലാതെ ഉസ്താദിന് നല്ല ഇഷ്ടപ്പെട്ട ഒരു പേര്. ഞാൻ ഒരു പേര് പറഞ്ഞു, അതോനൊന്നും പറഞ്ഞില്ലേ, മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടാമത്തെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് നമ്മളെ വീട്ടിലുണ്ട്. മൂന്നാമത്തെ പറഞ്ഞു അത് ഭാര്യ വീട്ടിലുണ്ട്. നാലാമത്തെ പറഞ്ഞു അത് ഇവിടെ അയൽവാസിക്കുണ്ട്. 8 പേര് പറഞ്ഞു. ഏതായാലും ഇപ്പം ചോദിച്ചില്ലേ. 9ാമത്തെ പേര് ഞാൻ പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു അതൊരു പഴയ പേരാണ്. അപ്പൊ കുറെ കഴിയുമ്പോ നമുക്കുണ്ടാവും ഒരു വരണ്ടിയ പേര്. നിങ്ങൾ ഇന്നെ ദേഷ്യം പിടിച്ച് കണ്ടിട്ടില്ലല്ലോ, അള്ളാഹു കാക്കട്ടെ. അപ്പൊ 9ാമത്തെ പേര് പറഞ്ഞു നോക്കുമ്പോ അതൊരു പഴയ പേര്. അപ്പൊ ഞാൻ ബദരീങ്ങളെ പേരിൽ പെട്ടതാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, എന്നാ പിന്നെ നിന്റെ മോനിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടേക്ക്. ഞമ്മക്കിപ്പോ ഒരു പേരും പറ്റില്ല. ഇപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ കൂടെ കണ്ടു പേരുണ്ട്. ഉമ്മാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വാപ്പാന്റെ പേരിന്റെ മറ്റേ അക്ഷരമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉമ്മാന്റെ പേര് സെറീന, വാപ്പാന്റെ പേര് കുഞ്ഞുമൂസ. ഇത് രണ്ടൊന്നും കുറേശ്ശെടുത്ത് പേരിട്ട് നോക്കുമ്പോ കുട്ടിന്റെ പേര് സമൂസ. ഞാൻ നിങ്ങളെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് വഴന്നു പറയുമ്പോ ഒരു വാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മോനെ കാണാനില്ല, നാട് വിട്ടുപോയി, എവിടെയാന്ന് അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു ഓന്റെ പേരെന്താന്ന്. പേര് മുസാഫിറാണെന്ന്. എന്നാ ദ്വാരക്കാൻ വേറെ ആളെ നോക്കുന്ന പറഞ്ഞു ഞാൻ. കാരണം ഓനിക്ക് പേരെന്നെ മുസാഫിറാണ്. ഓൻ യാത്ര പോയി നമ്മൾ ദ്വാരന്നിട്ട് എന്താ കാര്യം? ഇതിനെല്ലാം ഒരു സംഗതി നോക്കണ്ടേ. മുത്തുനബിക്ക് ഒരു കുട്ടി ജനിച്ചപ്പോ റസൂലുള്ള പേരിട്ടത് നിങ്ങൾ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം എന്ന കുട്ടി പേരിട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആൺകുട്ടി ജനിച്ചു ഇബ്രാഹിം. എല്ലാവരും ആനന്ദമാണ്, സന്തോഷമാണ്. ഇബ്രാഹിം എന്ന കുട്ടി വളർന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇടക്കിടക്ക് അവിടെ പോകും, കുട്ടിയെ കളിപ്പിക്കും. കുട്ടി കുറച്ചൊക്കെ ഇങ്ങനെ നടക്കാനും ചിരിക്കാനും ഒക്കെ പ്രായമായപ്പോൾ റസൂലുള്ള മാരിയത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ സ്വഹാബാക്കളൊക്കെ കൂടെ പോകും. ഇടക്ക് ആ കുട്ടിയെടുത്ത് കളിപ്പിക്കും, ചിരിപ്പിക്കും. അങ്ങനെ ഇബ്രാഹിം എന്ന കുട്ടി വലുതായിട്ട് ഒരു വയസ്സും 5 മാസവുമായി. മുലകുടി പ്രായത്തിന്റെ 2ാമത്തെ അല്ല 3ാമത്തെ സ്റ്റേജിലെത്തിയതാ. ആദ്യത്തെ 6 മാസം അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന ഏറ്റവും നല്ല സ്റ്റേജാണ്. 2ാമത്തെ 6 മാസം അതിന്റെ 2ാം സ്റ്റെപ്പിലാണ്. 3ാമത്തെ സ്റ്റെപ്പാണ് 1.5 വയസ്സ് വരെ. 4ാമത്തെ സ്റ്റെപ്പ് അവസാനത്തെ 6 മാസത്തിൽ ഒരു 2 നേരമൊക്കെ കൊടുത്താൽ മതി അമ്മിഞ്ഞപ്പാൽ. അങ്ങനെയാണ് ഇത് ചുരുക്കി കൊണ്ടുവരേണ്ടത്. പ്രസവിച്ചിരിക്കുന്ന ഉമ്മമാര് കുട്ടികൾക്ക് 2 വർഷം പൂർത്തിയായി അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം. പെണ്ണുങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പെണ്ണിന്റെ ആരോഗ്യം, ഒരു പെണ്ണിന്റെ ഭംഗി, ഗർഭാശയം വികസിച്ചത് വീണ്ടും അതേപോലെ ചുരുങ്ങി ശരീരത്തിൽ പാകപ്പെട്ടവര്, ഇതിലൊക്കെ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നതിന് വലിയ പങ്കുണ്ട്. അത് ഇസ്ലാമിക ശാസ്ത്രം, തിബ്ബുൻ നബിയും, അത് ആധുനിക ശാസ്ത്രവും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെഡിസിനും അത് പഠിപ്പിക്കുന്നുണ്ട്. നല്ല പോലെ കുട്ടികൾക്ക് മുലയൂട്ടണം. അല്ലാഹു റബ്ബി മാരിയത്ത് റളിയല്ലാഹു അൻഹ കുട്ടിയെ എങ്ങനെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പെട്ടെന്ന് റസൂലുള്ള മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ അവാലി മദീനയിൽ നിന്നൊരു വാർത്ത, നബിയെ തങ്ങൾ ഉടനെ വീട്ടിലെത്തണം. അപ്പൊ നബി തങ്ങൾക്ക് വയസ്സ് 63 എത്തിയിട്ടുണ്ട്. അല്പം ക്ഷീണമുണ്ട്. വേണ്ടത്ര പെട്ടെന്ന് അങ്ങോട്ട് നടക്കാനൊന്നും സാധിക്കുന്ന തരത്തിലല്ല അപ്പൊ റസൂലുള്ളാഹിന്റെ ആരോഗ്യ നില. കുറച്ച് പനിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറും അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണ്. പ്രായമാകുമ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ ചെറിയ വിഷമമൊക്കെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. പടച്ചവനെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാ. നിലത്ത് സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാ. നമ്മൾ എപ്പോഴും ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. അള്ളാഹു നമുക്കൊക്കെ നല്ല ആഫിയത്ത് തരട്ടെ. ഏറ്റവും പ്രധാനമാണ് ആഫിയത്ത്. നമ്മൾ ഈ കേരളക്കാര് ആരോഗ്യം നശിക്കുമ്പോഴേ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുള്ളൂ. അങ്ങനെ പറ്റൂല. നമ്മൾ കുറച്ച് നല്ല പോലെ ആഫിയത്തിനെ പറ്റി ആലോചിക്കണം.
നമ്മുടെ ഭാര്യമാര്, ഉമ്മമാര്, സഹോദരിമാര്, നമുക്കെല്ലാം അള്ളാഹു നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ വാർത്ത കിട്ടിയപ്പോൾ പോയി അവാലി മദീനയിലേക്ക് പോകുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ, അതേപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു, ഇങ്ങനെ കുറച്ച് സ്വഹാബാക്കളും ഒപ്പം പോയി. അല്ലാഹു റബ്ബി, മാരിയത്ത് റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടിന്റെ പരിസരത്തേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ സാധാരണ മാരിയത്തും സീരീനും ഒക്കെ റസൂലുള്ളാഹിനെ സ്വീകരിച്ച് കാത്തു നിൽക്കുന്ന രീതിയുണ്ട്. അന്ന് അവരെ രണ്ടുപേരെയും പുറത്ത് കാണുന്നില്ല. രംഗം അത്ര പന്തിയല്ല എന്ന് വീടിന്റെ അടുത്തെത്തിയപ്പോഴേക്കും സ്വഹാബാക്കൾക്ക് ബോധ്യപ്പെട്ടു. എന്താണാവോ? റസൂലുള്ളാഹി വീട്ടിന്റെ അകത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ മാരിയത്ത് റളിയല്ലാഹു അൻഹ ഇബ്രാഹിം എന്ന കുട്ടിയെ കയ്യിൽ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പ്രായവും അല്പം രോഗവും ഒക്കെ ഉള്ള റസൂലുള്ളാഹി തങ്ങൾ ആ പുന്നോമന പൈതലിനെ രണ്ട് കയ്യിൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്ന് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലേക്ക് കുട്ടിയെ വെച്ചപ്പോൾ കുട്ടിക്ക് ശ്വാസം നിലനിൽക്കുന്നുണ്ട്. മാരിയത്ത് റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്ന കുഞ്ഞ് മിനിറ്റുകൾക്കകം മുത്തുനബിയുടെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണുപോയി. മാരിയത്ത് റളിയല്ലാഹു അൻഹ നിറക്കണ്ണുകളോടെ, അവരെ ജ്യേഷ്ഠത്തി സീരീൻ നിറക്കണ്ണുകളോടെ. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയേ തങ്ങളും കരയുകയാണോ? നബിയെ തങ്ങളും കരയുകയാണോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഇബ്നു ഔഫ്, ഈ കരച്ചിൽ മരിച്ച സമയത്ത് കരയരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. നെഞ്ചത്തടിച്ച് പാറ് മുറിച്ച് എനിക്കിനി ആരാളുള്ളത്, ഞാനിനി ജീവിക്കണില്ല, ഞാൻ കെട്ടിച്ചാടുകയാണ് എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത കൂക്കും വിളിയും കരച്ചിലും, അതാണ് പാടില്ലാത്തത്. അതേ സമയത്ത് മനുഷ്യ ഹൃദയത്തിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു റഹ്മത്തിന്റെ, ഒരു ലുത്ഫിന്റെ ഭാഗമായി വരുന്ന ആ കൃപയുടെ കണ്ണുനീരാണ്. ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായി. റസൂലുള്ളാഹി തങ്ങൾ തന്നെ മയ്യത്ത് കുളിപ്പിച്ചു. നബി തങ്ങൾ തന്നെ കുട്ടിയെ കഫം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മയ്യത്ത് രണ്ട് കയ്യിൽ ഇങ്ങനെ മലർത്തി പിടിച്ചു. അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുവന്ന് ആ പൊന്നോമന മോന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഒന്ന് വിങ്ങിപ്പോയി. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയേ തങ്ങളും കരയുകയാണോ? ഒരു ഉപ്പ എന്ന രീതിയിൽ ഇനി നമ്മളൊക്കെ ഒന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 ആൺമക്കൾ, 2 നേരത്തെ വഫാത്തായി. ഇപ്പൊ അവസാനം ഉണ്ടായിരിക്കുന്ന കുട്ടിയാണ് ഇബ്രാഹിം. 3 ആൺകുട്ടികളും വഫാത്തായി. നമ്മളൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു വിഷമം, ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമുക്ക് താങ്ങാനാവണില്ല. നമ്മളെ അള്ളാഹ് കയ്യൊഴിഞ്ഞോ, നമ്മളെ അള്ളാഹ് പരീക്ഷിക്കാണോ എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. അള്ളാഹുമായി എത്ര അടുത്ത് നിൽക്കുന്നോ അവർക്ക് അതനുസരിച്ചുള്ള ചില പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തആല നൽകും. അത് നമ്മെ ശിക്ഷിക്കാനല്ല, പിന്നെ അത് ചില നന്നാക്കലിന് വേണ്ടിയാണ്, അല്ലേ? ഇപ്പൊ നമ്മുടെ ഉമ്മാമയുടെ കാതിലുള്ള വലിയ ആഭരണമുണ്ട്, പഴയ അലിക്കത്തുണ്ടാക്കി. ഇവിടുത്തെ പെണ്ണുങ്ങളെ കാതിൽ ഇങ്ങനെ എന്താ പറയാ, ഉമ്മാന്റെ കാതിൽ ഇങ്ങനെ ആഭരണല്ലേ, അതിനെന്താ പറയാ, ഇങ്ങനെ ഇങ്ങനെ അലിക്കത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അല്ലേ? മറ്റത് പിന്നെ ഇങ്ങനെ വിഷയം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് മതി, അല്ലാഹു തആല ഖൈർ തരട്ടെ. ആ ആഭരണം ഉമ്മ മരണപ്പെട്ടപ്പോൾ ഇത് നമ്മൾ വെട്ടിയെടുത്തു. ആ പഴയ ആഭരണം ഇനി നന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആ പഴയ ആഭരണം എടുത്തിട്ട് തീയിൽ വെക്കും, അല്ലേ? തീയിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കും. ഈ ചൂടാക്കുന്നത് എന്തിനാ? ആഭരണത്തിനെ ശിക്ഷിക്കാനാണ് അതോ നന്നാക്കാനാണ്? ഏതിനാ? നന്നാക്കാൻ. പക്ഷെ നന്നായി കിട്ടണമെങ്കിൽ കുറച്ചേരം തീയിൽ കിടക്കേണ്ടി വരും എന്ന പോലെ നമ്മുടെയൊക്കെ ഈമാൻ ഒന്ന് നന്നായി കിട്ടാൻ ചില പരീക്ഷണങ്ങളൊക്കെ വരും. ചിലപ്പോൾ അത് രോഗമായിരിക്കും, ചിലപ്പോൾ അത് സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ കുടുംബപരമായിരിക്കും, ചിലപ്പോൾ അയൽവാസികളെ കൊണ്ടായിരിക്കും, ചിലപ്പോൾ പ്രസ്ഥാനത്തിലൂടെ ആയിരിക്കും. അത് നമ്മെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഉമ്മാമാന്റെ അരിക്കത്ത് തട്ടാന്റെ കൈ കൊടുത്തപ്പോൾ അയാൾ തീയിൽ വെച്ച് ചൂടാക്കി, അല്ലേ? എന്നിട്ട് അതിന്റെ ഒരു വെള്ളത്തിലിട്ട് കഴുകി അതിന്റെ ക്യാരറ്റ് തെളിയിച്ചു.
തെളിയിച്ചു. എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് പുതിയ ഒരു ആഭരണം ഉണ്ടാക്കി. ആ അലിക്കത്തിന് പകരം ഇപ്പൊ ഇങ്ങനെ പെൺകുട്ടികളെ 18 വയസ്സായ മോളെ കാതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണ ആഭരണം ഉണ്ട്. എന്താ പറയാ? എന്റെ നാട്ടില് ജിംകി എന്ന് പറയും. നിങ്ങളെന്താ പറയാ? മനസ്സിലായില്ലേ സാധനം? ആ ജിംകി ഇങ്ങനെ കാതിലിട്ടിട്ട് പുതിയാപ്പളെ കാണാൻ വേണ്ടി പോയാൽ ഒരു കണ്ണുകൊണ്ട് കാതുക്കും ഒരു കണ്ണുകൊണ്ട് മുഖത്തുക്കും. അങ്ങനെയാ നോക്കിയത് അല്ലേ? ഇപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഉമ്മാമാന്റെ പഴയ ആഭരണമാണ്? അത്ര ഇതിനെ നന്നാക്കിയെടുത്തു. ഈ നന്നാക്കിയെടുക്കുന്ന ഒരു പണി അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്യും. അങ്ങനെ ഒരു പരീക്ഷണം വരുമ്പോൾ സമനില തെറ്റിപ്പോയി എന്തെങ്കിലും വിളിച്ചു പറയലല്ല. നബി തങ്ങൾക്ക് 3 ആൺമക്കൾ. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ അവിടെ ചരിത്രം ബാക്കി പിന്നീട് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 പെൺമക്കൾ. ആ 4 പെൺമക്കളിൽ മൂത്ത മോളാരാ? മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് റളിയല്ലാഹു അൻഹാ വളർന്ന് വലുതായപ്പോൾ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ അല്പം മുമ്പ് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് എപ്പോഴാ? 40-ാമത്തെ വയസ്സിലാണ് അല്ലേ? റസൂലുള്ളാഹിക്ക് മോളുണ്ടായത് എപ്പോഴാ? 25-26-ാമത്തെ വയസ്സിലാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൂത്ത മോള് സൈനബൂനെ നുബുവത്തിന്റെ മുമ്പ് തന്നെ വിവാഹം കഴിഞ്ഞു. മക്കയിലെ ഒരു പ്രമുഖ കുടുംബത്തിൽപ്പെട്ട അബുൽ ആസിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസ് കല്യാണം കഴിച്ചു കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും നല്ല ജീവിതം നയിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി, നബിയാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടെ സൈനബ് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി. അബുൽ ആസി മുസ്ലിമായില്ല. ഇവിടെ ഇപ്പൊ പുതിയ ഈ ജാതി മതം നോക്കാതൊക്കെ വിവാഹം ചെയ്യാമെന്ന മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ സംഭവത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പഠിക്കണം. സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിച്ചു. അബുൽ ആസ് മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അന്നത്തെ നിയമം അനുസരിച്ചുകൊണ്ട് അതിന് തെറ്റില്ല. രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു. ആ ഒരുമിച്ചുള്ള ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന മധ്യേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ ഒരുങ്ങി. ഹിജറ പോകാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് മുത്തുനബി അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേ, ഉപ്പ നിങ്ങൾ ഹിജറ പോകല്ലേ, ഞാൻ എന്താ വേണ്ടത്? അബുൽ ആസി മുസ്ലിം ആയിട്ടില്ലല്ലോ, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കണോ അതല്ല ഞാൻ ഉപ്പാന്റെ കൂടെ വരണോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവും നീയും നല്ല ജീവിതം നയിക്കല്ലേ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നോ, നിനക്ക് പോരാൻ സമയമാകുമ്പോൾ ഞാൻ വിവരം അറിയിക്കാം. ഒരുപാട് ചരിത്രം സൈനബ ബീവിയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പറയണമെങ്കിൽ ഒരു ദിവസം വേറെ തന്നെ വരണം. ഇതിലിപ്പോ അത് പറഞ്ഞു പൂർത്തിയാവും. എന്തേ ബക്കറ്റ് വേങ്ങോട്ട് ഇതെന്തിങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകൾ പോകൽ തുടങ്ങി. 2 ബക്കറ്റില്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാം ബക്കറ്റ് വരും. അപ്പൊ എല്ലാവരും പൈസ കൊടുക്കും. ബക്കറ്റും വലുതാണ്, അതുകൊണ്ട് വരുന്ന ആളും കുറച്ച് വലുത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ട് കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സ്ത്രീകളെ ഭാഗത്തേക്ക് ഒരാൾ പറഞ്ഞേക്കണേ. മറ്റേത് ഞാൻ വയല് കഴിഞ്ഞു പോകും, പെണ്ണുങ്ങൾ പറയാ കൂറ്റമ്പാറ ഉസ്താദ് വയല് പറഞ്ഞെന്ന് ഒരു മയക്കപ്പിരിവും കൂടി കൊടുക്കാൻ പറ്റില്ല. എന്നെ പറ്റിയൊരു കേസ് പറ്റൂല. ഞാൻ ഇങ്ങനെ സന്തോഷത്തിലാണ് പോകാൻ വിചാരിക്കുന്ന ആളാണ്. സൈനബ് റളിയല്ലാഹു അൻഹയെ ബദർ കഴിഞ്ഞ ശേഷമാണ് പിന്നെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. അതിന്റെ ഇടക്കുള്ള ചരിത്രം ഞാൻ ഇപ്പൊ പറയുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ ആസിയോട് സൈനബൂനങ്ങോട് തിരിച്ചയക്കണമെന്ന് പറയുന്നത്. ബദറിൽ പിടിക്കപ്പെട്ട ശേഷം സൈനബൂനെ മദീനയിലേക്ക് എത്തിക്കുക എന്ന കരാറ് പ്രകാരം അവരെ മോചിപ്പിച്ചു. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് അബുൽ ആസിന്റെ അനുജൻ കിനാന മദീന അതിർത്തിയിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ പോറ്റുമാന് സയ്യിദ് ബിൻ ഹാരിസ അവരെ കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി പോകുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. ഗർഭിണിയായ മോള് ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ശത്രുക്കൾ വീട് വളഞ്ഞു. ശത്രുക്കൾ യാത്രാ മധ്യേ വഴിയിൽ വെച്ചുകൊണ്ട് പിടിച്ചു വെച്ചു. ഒട്ടകത്തിന്റെ ചുറ്റുഭാഗത്ത് ശത്രുക്കൾ എന്നിട്ട് ബഹളം വെച്ചു. ആ ബഹളമയമായ അവസ്ഥക്കിടയിൽ ഹബ്ബാർ എന്ന് പറയുന്ന ഒരു ശത്രു വന്നിട്ട് മൂർച്ചയുള്ള ഒരു കുന്തം കൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന ഒട്ടകത്തെ കുത്തി വീഴ്ത്തി.
ഒട്ടകം ഒന്നായിട്ട് വീണു, പാറപ്പുറത്തേക്ക് വീണിട്ട് സൈനബ് റളിയല്ലാഹു അൻഹയുടെ രക്തം ഒന്നായിട്ട് ഗർഭം അലസി ശരീരമാകെ രക്തത്തിൽ കുളിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ശരീരം ഒട്ടാകെ രക്തക്കട്ടയായി. സുബ്ഹാന ജല്ല ജലാലു. ഒരു വാപ്പ എന്ന നിലക്ക് മുത്തുനബിയുടെ മനസ്സ് നിങ്ങളൊന്ന് കാണി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സൈനബ് റളിയല്ലാഹു അൻഹയെ പിന്നീട് ആ രക്തത്തിൽ കുളിച്ചുകൊണ്ട് മദീനത്തേക്ക് കൊണ്ടുപോകുന്നത് ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. അബൂ താലിബ് അബൂ സുഫിയാൻ ഇടപെട്ടുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. ആ വീഴ്ചയുടെ ആഘാതം ബഹുമാനപ്പെട്ട ബീവിക്ക് പിന്നെ മരിക്കുന്നത് വരെ സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മറ്റ് പെൺകുട്ടിയാരാ? അത് സൈനബ് റളിയല്ലാഹുവിന്റെ കഥ. അത് പിന്നെ വിശദീകരിക്കാൻ ഇനി സമയമല്ല. പിന്നെ റസൂലുള്ളാഹിന്റെ മറ്റൊരു മോള് ഉമ്മു കുൽസൂമാണ്. മറ്റൊന്നാരാണ്? റുഖയ്യ ബീവിയാണ്. അല്ലേ? റുഖയ്യ ബീവിയും ഉമ്മു കുൽസൂമും രണ്ട് പെൺകുട്ടികൾ. ആ രണ്ട് പെൺകുട്ടികളെയും റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തത് ആർക്കാന്നറിയോ? അബൂലഹബിന്റെ രണ്ട് മക്കൾക്കാണ്. അബൂലഹബ് മക്കയിലെ തറവാട്ടുകാരനാണ്, ഒക്കെ റെഡിയാണ്. അബൂലഹബിന്റെ രണ്ട് മക്കൾ ഉത്ബത്തും ഉതൈബത്തും അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂമിനെയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി വന്നപ്പോൾ ഏറ്റവും വലിയ എതിരാളിയായി മാറി ആര്? അബൂലഹബ്. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഉപദ്രവിച്ചു, കഷ്ടപ്പെടുത്തി. എന്താണ്? ആരും ചെയ്യാത്ത കാര്യം. അബൂലഹബിന്റെ ഭാര്യ അങ്ങനെ തന്നെ. ആ വീട്ടിലാണ് റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചയക്കുന്നത്. ജ്യേഷ്ഠനും അനുജനും, ജ്യേഷ്ഠത്തി അനുജത്തിയും കല്യാണം കഴിച്ചതാ. റുഖയ്യ ബീവിയും ഉമ്മു കുൽസൂമും ജ്യേഷ്ഠത്തി അനുജത്തിയാണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ട ഇരട്ട കുട്ടികളാണെന്ന് തോന്നിപ്പോ. അങ്ങനെയാണ് ആ കുട്ടികൾ വളരുന്നത്. അതാ രണ്ടാളെ ഒരുമിച്ച് കല്യാണം കഴിക്കണം റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ കല്യാണം കഴിച്ചു വെക്കുന്ന പുതിയാപ്പന്റെ ഉമ്മയും ഉപ്പയും റസൂലുള്ളാഹിക്ക് വലിയ എതിരാളികളായി. നബി തങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് 10 ആളെ വിളിച്ച് ഒരു ക്ലാസ് കൊടുത്താൽ അപ്പൊ വരും അബൂലഹബ് അവിടെ. എന്നിട്ട് പറയും മുഹമ്മദ് പറഞ്ഞതൊക്കെ കള്ളത്തരമാണ്, ആരും അത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് സഭ വഷളാക്കിയിട്ട് നബി തങ്ങളെ വളരെ അയ്ബത്തരത്തിലാക്കി. ഇവർ രണ്ടുപേരും അവസാനം ഖുർആൻ തബ്ബത് യദാ അബീ ലഹബ് എന്ന് സൂറത്തിറങ്ങി. ആ സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബിനും ഭാര്യക്കും അത് സഹിക്കാൻ പറ്റിയില്ല. അവരെന്താ പകരം വീട്ടിയത്? ഖുർആനിൽ ആക്ഷേപിച്ച് സൂറത്തിറങ്ങിയപ്പോ അവര് പകരം വീട്ടിയത് എങ്ങനെ? അവര് രണ്ട് മക്കളെ ഉത്ബത്തിനെയും ഉതൈബത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുഹമ്മദിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല, അവർ രണ്ടുപേരെയും തലാഖ് ചൊല്ലണം. മക്കള് പറഞ്ഞു, ഞങ്ങളെ ഭാര്യമാരും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെന്തിനാ തലാഖ് ചൊല്ലുന്നത്? ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? നിങ്ങളും നിങ്ങളെ ഭാര്യമാരും ഈ വളപ്പിൽ ചവിട്ടാൻ പാടില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ സ്വത്തിൽ അവകാശമില്ല. ഉമ്മ ഗർജിച്ചു. അങ്ങനെ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവ് ഉത്ബത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് മോളെ തലാഖ് ചൊല്ലിക്കൊണ്ട് തിരിച്ചുപോയി. ഉതൈബത്ത് തലാഖ് ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് നബി തങ്ങളോടൊന്ന് തട്ടിക്കേറി സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി പ്രതികരിച്ചു. നബി തങ്ങൾ ഒന്നും ഇങ്ങോട്ട് മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി ക്ഷമിച്ച് കേട്ടു. പക്ഷേ ക്ഷമിച്ച് കേട്ടെങ്കിലും നബി തങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഉണ്ട് നമ്മൾ ചിലപ്പോ സംസാരിക്കും, മറ്റൊന്ന് പറഞ്ഞില്ലെങ്കിലും മൂക്കിനൊരു തോണ്ടി എന്താ മിണ്ടാണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ വികാരപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് നബി തങ്ങളെ വളരെ അധികം വേദനിപ്പിച്ചു. അപ്പോ അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിത്ഹു കൽബൻ മിൻ കിലാബിക്. പടച്ചവനെ, ഇവനെയൊക്കെ ശരിയാക്കാൻ പറ്റിയ എത്ര പട്ടാളക്കാർ നിന്റെ അടുത്ത് വേറുണ്ട്? ഏതെങ്കിലും ഒരു പട്ടിയെ കൊണ്ട് ഇവനെ നീ ശരിയാക്കണമെന്ന് മുത്തനബി പറയേണ്ടി വന്നു. അല്ലാഹു റബ്ബി. അത് പിന്നെ ഒരു നീണ്ട കഥയാണ്. അതിലേക്ക് കടന്നാൽ ഇന്ന് വേറെ നിർത്താൻ കൂടില്ല. ഉത്ബത്തും ഉതൈബത്തും മുത്തനബിയുടെ രണ്ട് മക്കളെയും തലാഖ് ചൊല്ലി. നിങ്ങൾ മനസ്സിലാക്കണം, സൈനബ് റളിയല്ലാഹുവിന്റെ കഷ്ടപ്പാട് നമ്മൾ കേട്ടു. രണ്ട് മക്കളെയും തലാഖ് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഉപ്പാന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഓർത്തു നോക്ക്. മാനസിക നില. 3 ആൺകുട്ടികളുള്ളത് 3 മരണപ്പെട്ടു പോയിട്ടുണ്ട്. 4 പെൺകുട്ടികളിൽ സുബ്ഹാനല്ലാഹ് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റിരിക്കുന്ന പരിക്കും കഷ്ടപ്പാടും കണ്ടോ?
ഉമ്മു കുൽസൂമും റുഖയ്യയും രണ്ടുപേരെയും തലാഖ് ചൊല്ലി. അവരെ രണ്ടുപേരെയുമാണ് പിന്നീട് ആര് കല്യാണം കഴിക്കുന്നത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ആരെ? റുഖയ്യ ബീവിയെ കല്യാണം കഴിച്ചു. അവരെ ഭാര്യ ഭർത്തൃ ജീവിതം തുടരുന്ന മധ്യേ ബദർ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ബദറിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ഭാര്യക്ക് തീരെ സുഖമില്ല. രണ്ടാളും കൂടി റുഖയ്യ ബീവിന്റെ രോഗം കാണാൻ വേണ്ടി പോയി. വല്ലാത്ത വിഷമാവസ്ഥയില. അപ്പൊ റസൂലുള്ളാഹി ഉസ്മാനോട് പറഞ്ഞു, ബദറിലേക്ക് ഞാൻ പോകാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബദറിൽ പോകാം, നിങ്ങൾ ഇവിടെ ഭാര്യയുടെ കൂടെ നിന്നോളൂ. ശുശ്രൂഷിക്കാൻ വേണ്ടി നിർത്തി. നബി തങ്ങൾ ബദർ കഴിഞ്ഞ് റസൂലുള്ളാഹി തിരിച്ച് മദീനത്തേക്കുള്ള ആ ബദറിൽ ജയിച്ച ആരവത്തോടുകൂടെ വരുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീയിൽ നിന്ന് മണ്ണ് കളക്കുന്നവർ ആയുധവും വെച്ച് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് സ്വഹാബാക്കൾ കാണുന്നത്. എന്തായിരുന്നു അത്? മുസ്തു നബിയുടെ മോള് റുഖയ്യ ബീബി വഫാത്തായിട്ട് മറവ് ചെയ്തുകൊണ്ട് വരികയാണ്. ഹിജ്റയുടെ 2-ാം വർഷം റുഖയ്യ ബീബി വഫാത്തായി. അതിനുശേഷം പിന്നെ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമുമായുള്ള ഭാര്യ ഭർത്തൃ ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ ഹിജ്റയുടെ 8-ാം വർഷം ഉമ്മു കുൽസൂമും വഫാത്തായി. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും വഫാത്തായി. പിന്നെ ഇനി ആരാ ബാക്കിയുള്ളത്? പിന്നെ ആരാ റസൂലുള്ളാഹിക്ക് ബാക്കിയുള്ളത്? ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ. ഫാത്തിമ ബീവി മാത്രമാണ് പിന്നെ ബാക്കി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയും മോളും തമ്മിൽ വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ്. ഏത് കാര്യത്തിലും ഉപ്പയെ പോലെ തന്നെ മോളെ പോലെ തന്നെ ഉപ്പ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് 15 വയസ്സും 5 മാസവും പ്രായമാകുന്ന സമയത്ത് ഒരിക്കൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, മോളെ ഫാത്തിമോ, നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ മോളെ. അതൊരു വാപ്പാന്റെ കടമയാണ്. വാപ്പ ഏതെങ്കിലും പുതിയാപ്പളിനെ കണ്ടുപിടിച്ചിട്ട് കല്യാണം നിശ്ചയിച്ചു വരില്ല. പിന്നെന്ത് വേണം? മക്കളോട് ഒരു അഭിപ്രായം ചോദിക്കാം. അത് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് വേണം? മക്കൾക്കൊക്കെ ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ അവരോട് കൂടെ ഒരു മുശാവറത്താക്കിയിട്ട് ചെയ്യാം. അതാണ് ഇതിന്റെ മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കേണ്ട സമയമെത്തുമ്പോൾ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിമോ, നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ. ഇപ്പത്തെ കാലത്തൊക്കെ ചോദിച്ചാൽ എന്താന്നറിയാം? അല്ലാഹ്, നമ്മളെ നാട്ടിൽ നിന്ന് ഒരാള് വെള്ളിയാഴ്ച രാവിലെ നാസ്തയാക്കിക്കൊണ്ടിരിക്കുമ്പം വാപ്പ മോനോട് പറഞ്ഞു, എടാ മോനെ, നിന്നെ കൊണ്ടൊരു കല്യാണം ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഉപ്പ ധൃതി കൂട്ടണ്ട, ജുമയൊക്കെ കഴിഞ്ഞോട്ടെ. അല്ലാഹ്, അത്രയാണ്. ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ അങ്ങനെയാണ്, മുമ്പ് അങ്ങനെയല്ലല്ലോ. അതാ മൗനം സമ്മതം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു വിധിയുണ്ട്. മൗനം സമ്മതം, അതാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമൂന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, ഫാത്തിമോ, ഓ ഉപ്പ, ഞാൻ മോൾക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ. ഫാത്തിമ ബീവി ഒന്നും മിണ്ടിയില്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നിധി അവളെ ലജ്ജയാണ്, ഹയാ ആണ്. ഫാത്തിമ ബീവി ഒന്നും മിണ്ടിയില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മോളെ ഫാത്തിമോ, നിനക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന പുതുമണവാളർ ആരാണെന്നറിയോ? അത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. ഫാത്തിമ ബീവി അപ്പോഴും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ റസൂലുള്ള ഫാത്തിമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, സന്തോഷമാണോ അല്ലേ? ആ സന്തോഷത്തിന്റെ മുഖം നബി തങ്ങൾക്ക് മനസ്സിലായപ്പോൾ അതാണ് ഇസ്ലാമിലെ ഹുക്ം, മൗനം സമ്മതം. ഒരു പെണ്ണിനെ സംബന്ധിച്ച് പെണ്ണുങ്ങൾക്ക് പറ്റാത്ത മോൾക്ക് നമ്മൾ പറഞ്ഞ പുതിയാപ്പളിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പെൺകുട്ടികൾ വേഗം പറയും, എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ പഠിക്കുകയാണെന്ന്. അപ്പൊ ഒരു പഠിക്കലളകല. ആ പഠിക്കാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുതിയാപ്പളിനെ പറ്റിയിട്ടില്ല എന്നാണ്. അത് മനസ്സിലാക്കാൻ വാപ്പാക്ക് പറ്റണം. അല്ലാതെ വാപ്പ ഇങ്ങനെ ഓള് പഠിക്കുകയാണ് അത്ര എന്ന് പറഞ്ഞ് നടക്കലല്ല. ഈ പുതിയാപ്പളിനെ പറ്റിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. അപ്പോ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അബുല്ലാസി കല്യാണം കഴിച്ചത് പണക്കാരനാണ്. സൈനബിനെ കല്യാണം കഴിച്ച ആള്. റുഖയ്യ ബീവിനെ ആദ്യം കെട്ടിച്ചത് ഉമ്മുൽ കുൽസൂമിനെ രണ്ടാമത് കെട്ടിയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും ഒക്കെ പണക്കാരാണ്, കുറച്ച് സൗകര്യമുള്ളവരാണ്. ഫാത്തിമൂനെ ഭർത്താവായിട്ട് റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുന്ന അലി റളിയല്ലാഹു അൻഹു മർറ മിസ്കീനാണ്, വളരെ സാധുവുള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു. അതാത് ദിവസം അധ്വാനിച്ചിട്ട് ഭാര്യയെ പോറ്റി ജീവിച്ചു. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഭർത്താവായി നിശ്ചയിച്ചിട്ട് ഫാത്തിമോനോട്, ഫാത്തിമോ,
നിനക്ക് അലിയാരെ പുതിയാപ്പളയാക്കാണ് കേട്ടോ എന്ന് ഫാത്തിമ ബീവി ഒരു ചെറിയ പുഞ്ചിരി മനസ്സിൽ ഒതുക്കിയിട്ട് ഒന്നും പ്രതികരിച്ചില്ല. മൗനം സമ്മതപ്രകാരം കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിന്റെ ദിവസമായി ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഫാത്തിമ ബീവിയെ വീട്ടിൽ നിന്ന് മണവാട്ടിയാക്കിയിട്ട് ഇറക്കി കൊണ്ടുപോകണം. അതിനു വേണ്ടി ഡ്രസ്സ് മാറ്റിക്കൊടുക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ആരൊക്കെ ഉണ്ടാകും. പക്ഷെ ഫാത്തിമ ബീവി പുതുമണവാട്ടിയാകാൻ ഒരുങ്ങുമ്പോൾ കുടുകുടാ കണ്ണുനീരാണ്. എന്തുകൊണ്ട്? ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീവി ജീവിച്ചിരിപ്പില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങള ജീവിച്ചിരിപ്പില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്ക് അമ്മായി എന്ന് വിളിക്കാൻ ഒരാളില്ല. അങ്ങനെ ഫാത്തിമ ബീവി ഒറ്റക്കല്ലേ. ആ സമയത്ത് വല്ലാത്തൊരു വിഷമത്തിൽ ഫാത്തിമ ബീവി നിൽക്കുമ്പോ അലിയാര് പുതിയാപ്പളയായിട്ട് വന്നു. റസൂലുള്ളാഹി തങ്ങൾ അലിയെ ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, അലിയോട് ചെവിയിൽ പറഞ്ഞു, അലി, ഫാത്തിമ നിന്റെ കൂടെ പോന്നോട്ടെ, നീ അവളോട് ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. പുതുമണവാട്ടി ഫാത്തിമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് അലിയാരെ കൂടെ പോകുമ്പോൾ, ഓ പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന്റെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണത്തിന്റെ ആ തിരക്കൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് റസൂലുള്ള വേഗത്തിൽ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെയും ഒരുമിച്ചിരുത്തിയിട്ട് രണ്ടാക്കും ചില ഉപദേശങ്ങൾ കൊടുത്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാകുന്ന മവദ്ദത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ പ്രായത്തിൽ ഹൃദയത്തിൽ അങ്കുരിച്ചു നിൽക്കേണ്ട ഒരു പ്രത്യേക സ്നേഹമാണ് മവദ്ദത്ത്. ഒരു പ്രത്യേക അവസ്ഥയാണ് മവദ്ദത്ത്. അതാണ് പ്രായമായാലും ആ മവദ്ദത്ത് വേർപിരിയൂല, മരിച്ചാലും ആ മവദ്ദത്തിന്റെ സ്നേഹം വേർപിരിയില്ല. എത്ര സ്ഥലത്ത് വയല് പറയുമ്പോൾ കാണാം, മരണപ്പെട്ട ഭർത്താവിന്റെ 31ാമത്തെ ആണ്ട് ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ 1000 ഉറുപ്പിക സംഭാവന ഭർത്താവിന് ദ്വാർക്കാൻ. പ്രായമാകുന്ന സമയത്ത് കണ്ട നിങ്ങൾ എത്ര ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങുന്നു. എന്താ കാരണം? ചെറിയ ജീവിതത്തിൽ മവദ്ദത്ത് ഉണ്ടായിട്ടില്ല. മവദ്ദത്ത് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായി ഉണ്ടാകുന്ന ഒരു വല്ലാത്ത പൊരുത്തമാണ്. അതിനെപ്പറ്റിയാണ് ഖുർആൻ മീസാക്കൻ ഖലീല എന്ന് പറഞ്ഞത്. ആ മവദ്ദത്ത് റഹ്മ സുബ്ഹാന ജല്ല ജലാലു ഫാത്തിമ ബീവിയും അലിയാരും അലി റളിയല്ലാഹു അൻഹുവിനെ ആ മവദ്ദത്തിലും റഹ്മത്തിലും റസൂലുള്ളാഹി ഉപദേശിച്ച് ഭർത്താവിനെ അങ്ങേയറ്റത്തെ ബഹുമാനിക്കുന്ന ഭാര്യ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭർത്താവ്, ഉമ്മ വാപ്പയായി കഴിഞ്ഞാൽ വാപ്പാന്റെ കഷ്ടപ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കണം. വാപ്പ ഉമ്മയോടുള്ള സ്നേഹം പറഞ്ഞു കൊടുക്കണം. മക്കളെ, നിങ്ങളെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഒരു ഹോർലിക്സ് വാങ്ങിക്കൊടുക്കാൻ, ഒരു ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഉമ്മ നിങ്ങളെ പ്രസവിച്ചതും ഗർഭം ധരിച്ചതും. അതുകൊണ്ട് ഉമ്മാനെ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ ഉമ്മയെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഉമ്മമാരെന്ത് ചെയ്യണം? മക്കളെ, വാപ്പ ഉണ്ടാക്കിയതാണ് ഈ പറമ്പ്, വാപ്പ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഗൾഫിൽ പോയി നാട്ടിലുടനീളം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉപ്പ ഈ സ്ഥലം വാങ്ങി വീട് വെച്ചു, നിന്നെയൊക്കെ പഠിപ്പിക്കാൻ ഉപ്പാക്കത്ര പൈസ ചെലവുണ്ടെന്നറിയോ എന്നിങ്ങനെ തുടങ്ങിയിട്ട് മക്കളോട് വാപ്പയെ പറ്റിയുള്ള ബഹുമാനം ഉമ്മ പറയണം, ഉമ്മയെ പറ്റിയുള്ള സ്നേഹം വാപ്പ പറയണം. ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹ ബഹുമാന പെരുമാറ്റം കണ്ട് മക്കൾ വളരണം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയും തമ്മിലുള്ള സ്നേഹ ബഹുമാന പെരുമാറ്റം അത് കണ്ട് വളർന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, അത് കണ്ട് വളർന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുമായിട്ട് എത്ര സ്നേഹത്തിലാ. അവരെ ഭാര്യ ഭർത്തൃ ജീവിതത്തില് അലിയാര് പുറത്തു പോയി ഒരാവശ്യമൊക്കെ കഴിഞ്ഞ് അലി തിരിച്ചു വരുമ്പോ ദൂരെ നിന്ന് ചവിട്ടിങ്ങനെ നടന്നു വരുമ്പോ ആ നടത്തത്തിന്റെ സൗണ്ട് കേട്ടാൽ ഫാത്തിമൂന് അറിയും അത് അലിയാര് വരുന്നുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ സിറ്റ് ഔട്ടിലെത്തി. അലിയാര് സലാം ചൊല്ലി, ഫാത്തിമ സലാം അടക്കി നല്ല പോലെ കൈ ഒന്ന് ചുംബിച്ചിട്ട് സ്വീകരിച്ചു കൊണ്ടുവരും ഭർത്താവിനെ. ഇത് ഒരു ദിവസവും 2 ദിവസവും അല്ല, ഇത് എപ്പോഴെങ്കിലും ഒരിക്കലല്ല. അത്ര സ്നേഹമാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി കാഴ്ചവെച്ചത്. അല്ലാഹു റബ്ബി,
നമ്മളൊക്കെ ഭാര്യമാരും നമ്മളും നല്ല ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. നല്ല ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഭാര്യമാരുടെ സ്വർഗം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ സ്വർഗം അവരുടെ കയ്യിലാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. സാക്ഷര കേരളം എന്ന് കേരളം പ്രഖ്യാപിച്ചത് എത്രാം കൊല്ലത്തിലാണ്? കേരളത്തിന് ആദ്യത്തെ ഏറ്റവും വലിയ ശാപം എന്തായിരുന്നു? ശാപം ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാന്നാണ്. സാക്ഷര കേരളത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം 1990-ലാണ്. സാക്ഷര കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവർ കല്യാണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 91-ൽ കുടുംബ കോടതി വന്നത്. 91-ൽ കുടുംബ കോടതി വന്നു, 92-ൽ പിന്നെയും കോടതി വന്നു. ഇപ്പൊ എത്ര കോടതിയുണ്ട് നിങ്ങൾക്കറിയോ? കേരളത്തിലെ കുടുംബ കോടതിയിൽ ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങി നിൽക്കുന്ന കേസ് 86,000 കേസാണ് തീർപ്പ് കൽപ്പിക്കാതെ കെട്ടിക്കിടക്കുന്നത്. സാക്ഷര കേരളത്തിന് നാണക്കേടല്ലേ ഇത്? 86,000 കുടുംബ കേസുകൾ. അതിൽ അധിക കേസും നവദമ്പതികളുടേതാണ്. എന്തിനാണ് കല്യാണം എന്ന് കുട്ടികൾക്കറിയില്ല. അത് പഠിപ്പിക്കപ്പെടുന്നില്ല. അത് കണ്ടുപഠിക്കാൻ ഒരു തയ്യാറാകുന്നില്ല. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഉമ്മമാരും ഉപ്പമാരും, മക്കൾക്ക് നല്ല ബോധം. കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഐശ്വര്യമാണ്. ജീവിതത്തിന്റെ കാലാകാലമുള്ള ആശ്വാസമാണ് ഭാര്യ ഭർത്താക്കന്മാർ. ആ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും നമുക്ക് മാതൃക കാണിച്ചു. ഇന്നും നമ്മൾ ദ്വാർന്നത് ഒരു സയ്യിദല്ലേ പാപ്പ അല്ലേ? തിരുവനന്തപുരത്തെങ്ങാണ്ട് അല്ലേ? ആ സയ്യിദാണ്. ആ സയ്യിദ് ദുആ ചെയ്യുമ്പോൾ, പടച്ചവനെ, ഇന്ന് വിവാഹിതരായ നവദമ്പതികൾക്ക് ആദം നബിയും ഹവ്വാ ബീവിയും, യൂസുഫ് നബി അലൈഹിസ്സലാം സലീഖ ബീവിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീനും അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും അവർ തമ്മിലുള്ള വിവാഹം പോലെ ഇണ തുണ ജീവിതം ബറക്കത്തോടു കൂടെ നൽകണേ. ഇത് എല്ലാ ആലിമീങ്ങളും ദ്വാർക്കാണ്. ലോകാവസാനം വരെ എല്ലാ ആലിമീങ്ങൾക്കും ദ്വാർക്കാൻ പറ്റുന്ന രീതിയിൽ മാതൃക ഇണ ജീവിതം, അതാണ് ഫാത്തിമയും അലി റളിയല്ലാഹു അൻഹും കാഴ്ചവെച്ചത്. അല്ലാഹു റബ്ബി, ഇനി ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് ആവശ്യമാണ്. അതെന്തിന്? വീണ്ടും ഒരു മബദ്ധത്തെ റഹ്മത്തൊന്നും ഉണ്ടാകാൻ. ഒന്ന് പിണങ്ങിയിട്ട് ഇണങ്ങിയാലുണ്ടല്ല പിന്നെ ഒരു ഉഷാറ് അത് ഉണ്ടാകും. പക്ഷെ അത് വാശിയിൽ നീളാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് വേഗം പറഞ്ഞ് തീർക്കണം. അപ്പോഴാണ് ഞാനിങ്ങനെ നമ്മുടെ നാട്ടിലെ പല മഹല്ലത്തിന്റെ ഒക്കെ പ്രസിഡന്റാണ്. അപ്പൊ ഇടയ്ക്ക് കേസ് വരും. റഹ്മാനാജി, ഈ മദ്യം പറയേണ്ട കേസ്. അല്ലാഹു റബ്ബി, ഒരു ഭാര്യയും ഭർത്താവും കേസ് തീർക്കാൻ വേണ്ടി വന്നപാട് ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, അറുത്ത് കൊട്ടയിലാക്കിയാലും അയാളെ കൂടെ ഇനി ഞാൻ പോകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉദയത്തിന്റെ ഇറച്ചി വാങ്ങിക്കോളും, നീ പോയിക്കൊള്ളുന്നില്ല എന്ന്. അത് ചിലത് നമ്മൾ അപ്പൊ തന്നെ മറുപടി പറയാനും പറ്റില്ല. ചില സംഗതി അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ഈ പെണ്ണിങ്ങനെ വല്ലാതെ സംസാരിക്കാം. ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഇങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോ ഈ പുരുഷൻ പറഞ്ഞു, ഉസ്താദെ, ഇവൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഓളെ കാര്യം ഞാനാണ്ട് ഒഴിവാക്കി കൊടുത്തോളാം, എനിക്ക് നഷ്ടപരിഹാരം തന്നാ മതിയെന്ന്. അപ്പൊ ഇവള് പറഞ്ഞു, നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്ക വരി സഹിച്ചിനി എനിക്കാ തരേണ്ടത്. നല്ല നിലക്ക് ജീവിക്കുമ്പോ ഈ കൂർക്കം വലിക്കലൊരു മ്യൂസിക്കാണ്. അതിങ്ങനെ കേട്ടെങ്കിലേ ഓക്കെ ഉറക്കം വരുള്ളൂ. ഒരു ദിവസം ഭരിക്കാതെന്നാ ബേജാറാവും, ഇയാൾക്ക് വല്ലതും പറ്റിയോ റബ്ബേ, മൂക്കത്ത് ഇങ്ങനെ തൊട്ട് വെക്കണേ. ഇപ്പൊ തമ്മിൽ പിണങ്ങി വെക്കുമ്പോ പടച്ചോനെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടടുത്തേക്കാൻ പോകണം. മനസ്സിന്റെ പൊരുത്തവും പൊരുത്തക്കേടുമാണ്. ഇവിടെയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, നമ്മൾ പരസ്പരമുള്ള ജീവിതങ്ങൾ. ഓ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ആ കുടുംബ ജീവിതത്തിൽ അലി ഫാത്തിമ ദമ്പതികൾക്ക് മക്കൾ ജനിച്ചു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ, കുട്ടികളെ വല്ലിപ്പ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ ഒരു വലിയ പുതപ്പ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ പുതപ്പിൽ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ആ പുതപ്പിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയും ആ പുതപ്പിൽ വന്നുകൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹും ആ പുതപ്പിൽ വന്നു ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടിയിട്ട് ആ പുതപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട്, ഹാദി അഹ്ലു ബൈത്തി,
ഇതാണ് എന്റെ അഹ്ലു ബൈത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, ഇവരുടെ മക്കളെ പരമ്പര എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഊസീകും ബിസലാസ്, 3 കാര്യം ഞാൻ നിങ്ങളോട് വസിയത്ത് പറയട്ടെ. ഒന്നെന്താണ്? ഹുബ്ബു നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ നബിയെ മഹബത്ത് വെക്കണം. വഹുബ്ബു അഹ്ലി ബൈത്തി, എന്റെ കുടുംബ പരമ്പരയെ നിങ്ങൾ മഹബത്ത് വെക്കണം. വഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ദിവസവും ഒരല്പമെങ്കിലും ഓതണേ. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് ഒട്ടേറെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് ഫാത്തിമ ബീബി, അലി റളിയല്ലാഹു അൻഹു, അവരുടെ മക്കൾ ആ പരമ്പരയിൽ വരുന്നതാണ് അഹ്ലു ബൈത്ത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഈ അഹ്ലു ബൈത്ത് ബാലവി, അതേപോലെ തന്നെ ജമലുല്ലൈലി, അഹ്ദലി, ബാഫഖി, ശിഹാബുദ്ദീൻ, അതേപോലെ തന്നെ ബുഖാരി, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നേരത്തെ തങ്ങൾ പാപ്പ പറഞ്ഞത് 46 കബീലകളുണ്ട് അല്ലേ? 46 കബീലകൾ നമ്മളൊക്കെ നേരത്തെ വായിച്ചു വെച്ചിരിക്കുന്നത് അനുസരിച്ച് 37 36 ഒക്കെ നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളിപ്പാ പറഞ്ഞു. ഇപ്പൊ സാദാത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കണക്കുകളും ചരിത്രങ്ങളും ഒക്കെ കിട്ടി. 46 കബീലകളിൽ 30,000 വീട് കേരളത്തിൽ അഹ്ലു ബൈത്തിന്റേതുണ്ട്. ഈ 30,000 വീടുകളിലായി ബീവിമാരും തങ്ങന്മാരുമായി 2 ലക്ഷം ആളുകൾ താമസിക്കുന്നു. 2 ലക്ഷം അല്ലേ? 2 ലക്ഷം പറഞ്ഞു. അതെ, 2 ലക്ഷം. 30,000 വീടുകളിലായി 2 ലക്ഷം അഹ്ലു ബൈത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വലിയൊരു വിപ്ലവം സാദാത്യങ്ങൾ സാധ്യമാക്കി. സാദാത്ത് അക്കാദമി, തങ്ങന്മാര് കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ. യാ റബ്ബ്, എത്ര നല്ല വിപ്ലവമാണ്. അൽഹംദുലില്ലാഹ്. സയ്യിദ് അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ഇപ്പൊ ഇവിടെയും നമ്മളെ തങ്ങളിപ്പാപ്പ പറഞ്ഞത്, ഇവിടെ ഒരു റിസർച്ച് സെന്ററിന്റെ തറക്കല്ലിടണം. അതിന് തങ്ങളെ എപ്പോഴാണോ കിട്ടുന്നത് അന്നാണ് തറക്കല്ലിടുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഞാനൊരു ഓട്ടം നടത്തിയതാണ്, ഒരു 120 ഒരു സ്പീഡിൽ. എന്ത്? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറിച്ചിരിക്കുന്ന പ്രകാശം, ആ പ്രകാശം ഇങ്ങനെ വന്ന് 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 റസൂലുള്ളാഹിയിൽ നിന്ന് വന്ന് അങ്ങനെ അതിപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഹ്ലു ബൈത്ത് ആ പ്രകാശത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചുകൊണ്ട് ബീവിമാര് നമ്മുടെ വീടുകളിലൊക്കെ സയ്യിദന്മാരുടെ ഭാര്യമാരുണ്ട്, ബീവിമാര്. ആ ബീവിമാരൊക്കെ വീട്ടിന്റെ അകത്തളങ്ങളിൽ അല്ലാഹ്, പഴയ കാലം മുതൽക്കേ പരിസരത്ത് താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ബീവിമാരൊരു അത്താണിയാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, ആ വീട്ടിൽ മറ്റൊരു ഉമ്മയുണ്ട്. അതാരാന്നറിയോ? അത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അമ്മായി. എന്റെ നാട്ടിലെ അമ്മായി എന്ന് പറഞ്ഞാൽ ബാപ്പന്റെ പെങ്ങള്. നിങ്ങൾ ആർക്കും അമ്മായി എന്ന് പറയുന്നത്? നിങ്ങൾ ആർക്ക് പറഞ്ഞാലും പാടില്ല. ബാപ്പാന്റെ പെങ്ങൾക്ക് എന്താ പറയാ? ബാപ്പാന്റെ പെങ്ങളിൽ തന്നെ വേറെന്താ പറയുന്നത് അല്ലേ? അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, പിന്നെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ബാപ്പ അബൂ സാലിഹ് തങ്ങളുടെ പെങ്ങള്, അവർ ആയിഷ ബീവി, അവർ 2 പേരുമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. നാട്ടുകാരായ ആളുകൾക്ക് തൊബരിസ്ഥാൻ, ഇറാഖും ഇറാനും കൂടി ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു വലിയ പട്ടണം, ഒരു ജില്ലയാണ് തൊബരിസ്ഥാൻ. തൊബരിസ്ഥാൻ പട്ടണത്തിലെ ഒരു പഞ്ചായത്താണ് കൈലാൻ. കൈലാൻ പട്ടണത്തിലെ ഒരു മഹല്ല് അല്ലെങ്കിൽ ഒരു ഗ്രാമം, അതാണ് ജീലാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞ് പഠിക്കാനാണ്, ദർസ് നടത്തിയല്ലോ ഇപ്പൊ നമ്മള്. അപ്പോ അതനുസരിച്ചുള്ള പ്രദേശത്ത് സുബ്ഹാനല്ലാഹ്, ആ പ്രദേശത്തിന്റെ ചരിത്രം കണ്ടാൽ കേരളം പോലെയാണ്. നദികളുണ്ട്, മലകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, കന്നുകാലികളുണ്ട്, പക്ഷികളുണ്ട്, ഇതൊക്കെ നിറഞ്ഞ പ്രദേശമാണ്. അവിടെ മഴ കിട്ടാതിരുന്നാൽ പറ്റില്ല. കേരളം പോലെ ഒരു സമയത്ത് അവിടെ മഴ കിട്ടാതെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു, കൃഷി ഉണങ്ങിപ്പോയി, വെള്ളം വറ്റിപ്പോയി, കിണറ്റിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല, പച്ചയുള്ള ചെടികളൊക്കെ ഉണങ്ങിപ്പോയി, പക്ഷികളൊക്കെ ജറക് കരിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങി, ഗർഭിണികൾ ചൂട് സഹിക്കാൻ കഴിയാതെ പ്രസവിച്ചിരിക്കുന്ന കുട്ടികൾ ജീവമില്ലാതായി. അങ്ങനത്തെ ഘട്ടമെത്തിയപ്പോൾ അല്ലാഹു റബ്ബി, അന്നത്തെ പരിസരക്കാർ ഒന്നായിട്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വീട്ടിലെത്തി. അവിടെ 2 ഉമ്മമാര് താമസിക്കുന്നുണ്ട്. ആ ഉമ്മമാരെ വിളിച്ചുകൊണ്ട് അയൽവാസികളായ ഉമ്മമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഓ ഉമ്മമാരെ,
ഉമ്മുൽ ഖൈർ ബീവിയും ആയിഷ ബീവിയുമാണ് അവിടെ ഉള്ളത്. അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, മഴയില്ല, നമ്മൾ പട്ടിണിയിലാണ്, വെള്ളമില്ല, നമ്മൾ വിഷമിക്കുകയാണ്, ദാഹിക്കുകയാണ്, ഈ നില തുടർന്നാൽ കഷ്ടപ്പെട്ടു പോകുമല്ലോ, അതുകൊണ്ട് മഴ കിട്ടണേ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ബാപ്പന്റെ പങ്ങള് ആയിഷ ബീവി വുളു ചെയ്തു, ഒരു ചൂല് എടുത്തിട്ട് മുറ്റം അടിച്ചു വൃത്തിയാക്കി. വീടിന്റെ പരിസരം എപ്പോഴും വൃത്തിയായി നിൽക്കണം. മുറ്റം അടിച്ച് വൃത്തിയാക്കിയിട്ട് ആ നല്ല സ്ഥലത്ത് ഒതുവോടുകൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വാപ്പന്റെ പങ്ങൾ ഒരൊറ്റ ദുആയാണ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ ചെയ്തതിന്റെ അടയാളമാണ് മദീനത്തെ പള്ളിയിൽ ഇപ്പോഴും പോയാൽ ഒന്നാമത്തെ വാതിൽ ബാബുസലാം, രണ്ടാമത്തെ വാതിൽ ചരിത്ര പ്രസിദ്ധമായ ബാബു സിദ്ദീഖ്, മൂന്നാമത്തെ വാതിൽ ബാബു റഹ്മ. റസൂലുള്ളാഹിയിലേക്ക് മഴ ചോദിച്ചു വന്ന സ്വഹാബി വരികയും പോവുകയും ചെയ്ത ആ അടയാളം വെച്ചുകൊണ്ടാണ് ബാബുർ റഹ്മ. അപ്പോൾ റഹ്മത്തിന്റെ മഴ വേണം. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ അമ്മായി വാപ്പന്റെ പങ്ങൾ അങ്ങ് ദുആ ചെയ്തു. ഒന്നായിട്ട് കൂടി നിൽക്കുന്ന സഹോദരിമാര് ആമീൻ. ഇങ്ങോട്ട് ചുട്ടുപൊള്ളുന്ന വെയിലിൽ വന്നിരിക്കുന്ന ആളുകൾ തിരിച്ചു പോകുന്നത് മഴയോടുകൂടെയാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഉമ്മമാർ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ പരിസരത്തുള്ള ഉമ്മമാർക്കൊക്കെ അവര് ബീവിമാർ ഒരു അത്താണിയാണ്, ഒരു തണലാണ്. അങ്ങനെ സയ്യിദന്മാര് നിങ്ങൾ നോക്കൂ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു സമാധാനമാണ്, ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു വല്ലാത്ത സമാധാനമാണ്. അധിക സാദാത്യങ്ങളിലും ഒരു തിബ്ബുൻ നബി ഉണ്ടാവും, മുത്തുനബിയുടെ ഒരു ചികിത്സ. അത് ചികിത്സ പഠിക്കൊന്നും വേണ്ടവർ, പഠിച്ചവരും ഉണ്ടാകും, കുറെ ഹോമിയോ പഠിച്ചവരും മറ്റു പഠിച്ചവരും മറ്റേ എന്താണ് ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടോ. ഇനി പഠിക്കലും പഠിക്കാതിരിക്കലും അല്ല, അവർക്ക് വാപ്പപ്പാപ്പമാരിന്ന് കിട്ടുന്ന ഒരു പൊരുത്തമുണ്ട്, അതനുസരിച്ച്. അപ്പോ ബീവിമാരും സയ്യിദന്മാരും പല നിലക്കും ഈ സമൂഹത്തിന് ഒരു കപ്പലായിട്ട് നിൽക്കുകയാണ്. അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് അൽഹംദുലില്ലാഹ് ഞാന് നമ്മളെ ബഹുമാനപ്പെട്ട മൻഷഇന്റെ പ്രധാനിയായ സയ്യിദ് ബഹുമാനപ്പെട്ട ളിയാഉൽ മുസ്തഫ തങ്ങളുപ്പാപ്പയുടെ കൂടെ 5 പ്രാവശ്യം ഹജ്ജും 2 or 3 പ്രാവശ്യം ഉംറയും അല്ലേ അബ്ദുറഹ്മാനാജി? അങ്ങനെയല്ലേ, 3 ഉംറയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹജ്ജിന് 5 പ്രാവശ്യം തങ്ങളോട് കൂടെ അബുദാബിയിൽ നിന്ന് ഞങ്ങൾ ഹജ്ജിന് പോയി. 1 പ്രാവശ്യം ഇവിടുന്ന്, 4 പ്രാവശ്യം അബുദാബിയിൽ. അതേപോലെ തന്നെ 3 പ്രാവശ്യം ഉംറക്ക് പോയി. ആ സമയത്തൊക്കെ തങ്ങളുപ്പാപ്പയുടെ വിനയം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വല്ലാത്തൊരു വിനയം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ തങ്ങളെ കണ്ടിട്ടേയില്ല. ഏതുപോലെ ബഹുമാനപ്പെട്ട അനസ് തങ്ങളും ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്, മുത്തുനബിയെ പോലെ പുഞ്ചിരിക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇതേപോലെ ബഹുമാനപ്പെട്ട ളിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങൾ പാപ്പന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ എന്തൊരു മുഖ സൗന്ദര്യം, ആ മുഖ കമലം ആരും ഇങ്ങനെ നോക്കി നിന്ന് പോകും. മുഖത്ത് നോക്കിയാൽ ആഖിറം ഓർമ്മ വരിക. അതായിരുന്നു ളിയാഉൽ മുസ്തഫ തങ്ങൾ, അതായിരുന്നു തങ്ങൾ. മുഖം ഇങ്ങനെ കണ്ടാൽ ആഖിറം ഓർമ്മ വരും. വല്ലാതെ വെട്ടി ഒതുക്കി ചീകി വെച്ചിരിക്കുന്ന താടി ഇങ്ങനെ കണ്ടാൽ വല്ലാത്തൊരു ഗാംഭീര്യം. യാ റബ്ബ് സുബ്ഹാനല്ലാഹ്, വിശാലമായിരിക്കുന്ന നെറ്റിത്തടം. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട ളിയാഉൽ മുസ്തഫ തങ്ങൾ സയ്യിദന്മാരുടെ കൂട്ടത്തിൽ, ആലിമീങ്ങളുടെ കൂട്ടത്തിൽ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ അടക്കമുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹ ബഹുമാനം ധാരാളമായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേകതയിൽ നമ്മുടെ മാട്ടൂലിന് മറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സൗധം ബഹുമാനപ്പെട്ടവർ ഇവിടെ പണി കഴിപ്പിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പ മരണപ്പെട്ട ശേഷം എല്ലാ കാര്യങ്ങൾക്കുമുള്ള അത്താണി ളിയാഉൽ മുസ്തഫയായിരുന്നു. അവർ 2 ആൺമക്കൾ, അൽഹംദുലില്ലാ 2 മക്കളും വാപ്പയെ പോലെ നമ്മോടൊപ്പമുണ്ട്.
അവിടുത്തെ ബീവി, അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ ഇന്ന് ഒട്ടേറെ ബീവിമാരുണ്ടാകും. കുറച്ചവനെ ഈ ബീവിമാർക്കെല്ലാം നീ സന്തോഷവും ബർക്കത്തും കൊടുക്കണേ അല്ലാ. നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്യാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ 10 മിനിറ്റ് കൊണ്ട് നാട്ടിലെത്താം. എനിക്ക് നാട്ടിലേക്ക് എത്താൻ 4.5 മണിക്കൂർ രാത്രി ആയതുകൊണ്ട് വേണം. പകലാണെങ്കിൽ 5.5 മണിക്കൂർ വേണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചാണ് പറയാൻ തീരുമാനിച്ചു. മറ്റൊന്ന്, ഈ മക്കാമ് ഒരു ബർക്കത്തുള്ള മക്കാമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രകാശം സൃഷ്ടിച്ചത് മുതൽക്ക് ഇങ്ങനെ വരുന്ന അതിന്റെ പിൻതലമുറ അതാണ് ഇപ്പോഴത്തെ അഹ്ലുൽ ബൈത്ത്. ഈ അഹ്ലുൽ ബൈത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ എത്തുന്ന പരമ്പര, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ വരുന്ന പരമ്പര. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. അല്ലാഹുവേ, അഹ്ലുൽ ബൈത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് നീ എല്ലാ രംഗത്തും തണലാകണേ അല്ലാ, തുണയാകണേ അല്ലാ. അഹ്ലുൽ ബൈത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഖലീൽ തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും സൽസ്വഭാവം കൊണ്ടും ഈ ഉമ്മത്തിനെ നേതൃത്വം നൽകി നിലനിൽക്കാൻ നീ തൗഫീഖ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സന്തോഷമുള്ള ദിവസം ബഹുമാനപ്പെട്ട തങ്ങളവരുടെ മോൻ അൽഹംദുലില്ലാഹ് അദനി ബിരുദധാരിയായ പണ്ഡിതനാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് നല്ലൊരു ബീവിയാണ്. ഒരു കല്യാണം കഴിച്ച ബീവി, അവരെ ഉമ്മ, അവർ 2 പേരും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഹജ്ജിനുണ്ടായി. ആ ഉമ്മയും മോളും. അപ്പൊ എൻ്റെ ഭാര്യയും മോളും അവരും ഹജ്ജിനുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോ ഇന്ന് നിക്കാഹിന്, ആ ബീവിന്റെ നിക്കാഹാണ് എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഭാര്യയും മോളും പറഞ്ഞു, ആ അവരെ നിക്കാഹാണെങ്കിൽ ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഹജ്ജിന്റെ സമയത്ത് അവർ തമ്മിൽ ബന്ധം. അന്ന് ആ ബീവിയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോളജ് സിറ്റിയിൽ ഡോക്ടർ വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മോള് എന്തൊരു ഹയാ ഉള്ള മോള്, എന്തൊരു നല്ല ബുദ്ധിമതിയായ കുട്ടി. പലപ്പോഴും ഹജ്ജ് ക്ലാസ്സൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ട് ഞാൻ ബീവിമാർക്കൊക്കെ മറ്റുമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിക്കുമ്പോൾ നല്ല റിസൾട്ട്. അൽഹംദുലില്ലാഹ്. ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല മക്കളെ കൊടുത്തുകൊണ്ട് അവരെ കുടുംബ ജീവിതം നീ ഐശ്വര്യത്തിലാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് സയ്യിദന്മാരൊക്കെ ഇവിടെ ഉണ്ട്. തങ്ങളൊന്ന് ദ്വാരക്കല്ലോ അല്ലേ അല്ലേ? അങ്ങനെ ഒരു പണിയും കൂടി ഉണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് നിങ്ങളെ മുഖം കണ്ടാൽ തന്നെ അറിയും. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് പൈസ വാങ്ങിയ വാഗ്ദത്തം ചെയ്യിപ്പിക്കാം. എന്താണ് വാഗ്ദത്തമാണ് ഇപ്പൊ തരുന്നത്? എങ്ങനെയാണ് സഖാബി? നമ്മളെ ഉദ്ദേശിച്ച റിസർച്ച് സെന്ററിന് അല്ലേ, ഇവിടെ നല്ല ഒരു സ്ഥാപനം ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തങ്ങളവർകളെ മനസ്സിലൊരു ആഗ്രഹമുള്ളത് ഖലീൽ തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പ്രഖ്യാപിച്ചല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ ഒരു തറ പില്ലർ കെട്ടാനുള്ള പൈസയെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഒരു സംഗതിക്ക് ഒരുങ്ങല്. ഒരു പില്ലർ കെട്ടാനുള്ള പൈസ ഉണ്ടായാൽ ഒരു ഒരുങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഒരു പില്ലർ എപ്പോഴാണോ തങ്ങളെ പേരിൽ, ഇവിടുത്തെ ഹൈദർ ഉസ്താദ് ഉപ്പാപ്പയുടെ പേരിൽ തങ്ങളെ നേതൃത്വത്തിൽ ഒരു തർക്കല്ലട് നടക്കണത്, അപ്പോൾ ഒരു പില്ലർ എൻ്റെ വക കൊടുക്കാം എന്ന് ഒരാൾ നിയ്യത്താക്കാം. അങ്ങനെ ഒരു 10 പില്ലറായാൽ നമുക്ക് തങ്ങൾ പാപ്പാനെ അടുത്ത കൊല്ലത്തേക്കൊന്നും കാത്തു നിൽക്കണ്ട, നേരത്തെ തന്നെ തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി അതല്ല, ഓരോരുത്തരെ കഴിവ് ഏതാണോ എനിക്കറിയില്ലല്ലോ നിങ്ങളെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നമ്മളൊക്കെ എല്ലാവരും ഒന്ന് ഉത്സാഹിക്കാം. ആരെങ്കിലും ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്യും, ഒരു 5000 10,000, അതല്ലെങ്കിൽ സ്ഥാപനം വരികയാണെങ്കിൽ ഒരു പില്ലർ ഇപ്പൊ പൂർത്തിയാക്കാൻ ഇവിടുത്തെ ഈ മണൽ സ്ഥിതി അനുസരിച്ചുകൊണ്ട് 15 ആവില്ലേ? എന്തായാലും വരും. നേരത്തെ 10 ഉറുപ്യ മതിയായിരുന്നു. അപ്പൊ ഇരിക്കട്ടെ, ഞാനിപ്പോ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളിവിടെ ഒരു സ്ഥാപനം ഇവിടെ തന്നെ അല്ലേ നിങ്ങൾ അല്ലേ? ആ, ഇവിടെ തന്നെ. അപ്പൊ ഞമ്മക്ക് ഈ കൂടിയിരിക്കുന്ന നമ്മള് ബഹുമാനപ്പെട്ട ഈ ഉപ്പാപ്പയുടെ 36ാമത്തെ ഈ അല്ലേ
38ാമത്തെ ഈ ഉറൂസ് ഇൻഷാ അല്ലാഹ് 40ലേക്ക് കെട്ടിടം പൂർത്തിയാക്കാൻ അല്ലാഹു ആവതാക്കണം. 40 ഒരു നല്ല കണക്കാണ്. 40ലേക്ക് പൂർത്തിയാക്കാൻ കണ്ട് നമുക്കൊരു തുടക്കം വെക്കാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് വികസിച്ച് വരുമ്പോ അൽഹംദുലില്ലാഹ് അന്നത്തെ തുടക്കത്തിൽ ആ കൂറ്റമ്പാറ ഉസ്താദ് വയല് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളൊക്കെ ദുആ ചെയ്തു പോയ ആ സമയത്ത് ഞാനും അതിലേക്കൊന്ന് സഹായിച്ചിട്ടുണ്ട് എന്നൊരു അഭിമാനത്തോടു കൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു തുടക്കം വെക്കി ഒരാൾ ബിസ്മില്ല, എത്ര തുടങ്ങിയാലും വേണ്ടി ഒരു നല്ല ഒരു മനസ്സോടുകൂടെ ബിസ്മില്ല. ഓ നമ്മളെ സഖാഫി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അദ്ദേഹം ഒരു മാതൃക, അതായത് ഒരു പഠിച്ച ആള് മാതൃക കാണിക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് മാട്ടൂൽ മൻഷയിൽ വർഷങ്ങളായി അവിടെ തങ്ങളുപ്പാപ്പുള്ള സമയത്ത് തന്നെ പൊരുത്തത്തിൽ നിന്ന് പോരുന്ന ആളാണ്. നമ്മൾ ഒരുമിച്ച് ഹജ്ജിനും ഒക്കെ പോയി. അള്ളാഹു സഖാഫിക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബമൊക്കെ ഇവിടെ തന്നെ ആയോ? ആ സൈദി കുടുംബം ഇവിടെ തന്നെ, മക്കളൊക്കെ ഇവിടെ ഇല്ല കൊടുക്ക തന്നെ. അൽഹംദുലില്ലാഹ് എല്ലാവരും ഒരു ദുആ ചെയ്യും. അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ കൺ കുളിർക്കെ സന്തോഷിക്കുന്ന ഒരു കുട്ടിയെ കൊടുത്തുകൊണ്ട് ആ ദമ്പതികൾക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഒരു പില്ലർ അദ്ദേഹത്തിന്റെ വക. ഇനി ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഏറ്റെടുക്കാൻ? ഇപ്പൊ ഈ നാളെയും മറ്റന്നാളും തന്നെ കൊടുക്കേണ്ടതല്ല, നമുക്കൊക്കെ ഒരു ഉത്സാഹിക്കാൻ വേണ്ടി പറ്റും. അല്ലാഹു തആല ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അത് പൂർത്തീകരിക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ അല്ലാഹ്. ആരുണ്ടോ? ബിസ്മില്ലാ. ഞാനിങ്ങനെ ഈ സംഭാവനയ്ക്ക് വേണ്ടി കുറെ നേരം പറഞ്ഞുകൊണ്ട് നിൽക്കൂല. ഞാൻ അങ്ങനെ സംഭാവന വല്ലാതെ പറയുന്നതുമല്ല. പിന്നെ തങ്ങളൊരു വിഷയം പറഞ്ഞപ്പോൾ ഒരു തുടക്കം കുറിക്കാന്നുള്ള നിലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ സാധിക്കുന്ന ആൾക്കാർ? മക്കളോടോ ഗൾഫിലോടൊക്കെ അറിയിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഒരു സംഗതി പൂർത്തിയാക്കാൻ ബിസ്മില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സഹായിക്കുന്ന ആളുകൾക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഓ പെണ്ണുങ്ങൾ സ്വകാര്യം പറയുന്നത് അത്ര വലുതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയൂല. നമ്മൾ മൂന്നാളും കൂടി ഏൽക്കല്ലേ എന്നാ ഒരു പറയുന്നത്. ആയിക്കോട്ടെ, മൂന്നാളും കൂടി ഒരു പില്ലറേറ്റാൽ മതിയല്ലേ അല്ലേ? അല്ലാഹു ഖൈർ തരട്ടെ. ആരുണ്ടോ ഒന്ന് ഈ കൂട്ടത്തിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3 ആള് കൂടിയിട്ട് ഒരു പില്ലറാക്കാം. 5000 ഒരാൾ, 5000 ഒരാൾ, 5000 ഒരാൾ, ഒരു 3 5000 പറഞ്ഞാൽ ബിസ്മില്ലാ. അയ്യ നമുക്ക് നല്ലൊരു കിട്ടലാവട്ടെ ഇൻഷാ അല്ലാഹ്. ഒരാളവിടെ അല്ലേ? അൽഹംദുലില്ലാഹ് ഒരാൾ 5000. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ഒരാൾ ആരാ? ബിസ്മില്ലാ. ഒരാളിപ്പോ പറഞ്ഞിട്ടുണ്ട് 5000. പിന്നെ ആരാ? ഏതെങ്കിലും കാര്യമൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഏതെങ്കിലും എന്റെ പണിപ്പെട്ടതല്ല. ശരി. പിന്നെ ആരുണ്ടോ? ഒരു 5000 കൂടി പറയാൻ? ബിസ്മില്ലാ. അല്ലാഹ് ആജിക്ക ഷാർജിന്ന് തെരഞ്ഞു തുടങ്ങിയതാണ് കൊല്ലങ്ങളായി. അൽഹംദുലില്ലാഹ് നമ്മളെ നിലമ്പൂർ മജ്മഅന് ഇപ്പൊ 36 പൂർത്തിയായി. ഞങ്ങള് 40 ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച് എപി ഉസ്താദ് വന്നിട്ട് പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ് 36 കൊല്ലം കൊണ്ട് 5000 കുട്ടികൾ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ് 600ഓളം പണ്ഡിതന്മാരുണ്ട്, 700ഓളം വരുന്ന എഞ്ചിനീയർമാരുണ്ട്. അൽഹംദുലില്ലാഹ് 26 ഡോക്ടർമാരുണ്ട്. ഇങ്ങനെ നമുക്ക് പല ആളുകളെയും വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചു. അല്ലാഹു ഖൈർ ചെയ്യുമാറാവട്ടെ. അപ്പൊ ആജിക്കാൻ്റെത് 2, അപ്പൊ 10ആയി. ഇനി ആരാ? 5000 കൂടി. ബിസ്മില്ലാ. ഒരാളവിടെ 5000. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ 3 ആളായി. അപ്പൊ ഒരു രണ്ടാമത്തെ പില്ലർ 3 ആക്കും നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്, ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അപ്പൊ 2 പില്ലറായി. ഞമ്മക്ക് ഖുലഫാഉർ റാഷിദീങ്ങൾ 4 അതേപോലെ തന്നെ നമ്മളെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ 4. ഒരു 4 എണ്ണം ആക്കിയിട്ട് ഞാൻ നിർത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ആരാ? 5000. ഓ പിന്നെ ആരാ? 5000. ബിസ്മില്ലാ. ഒരു 3 ആള് കൂടിയിട്ട് ബിസ്മില്ലാ. നമ്മളെ സഹോദരിമാരെല്ലാം ആലോചിക്കണം. അതിന് അവർക്ക് പറയണമെങ്കിൽ അവിടെ ആരുണ്ടോ? പെണ്ണുങ്ങൾ ഉണ്ടോ? വളണ്ടിയർമാരിങ്ങനെ നിൽക്കല്ല, പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കണം. അപ്പോൾ കിട്ടിക്കോളും. അതാരാ? ഒരു 5000 കൂടി ഒരാൾ. അൽഹംദുലില്ലാഹ്. ഗൾഫൊക്കെ കുറച്ച് ക്ഷീണായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മളെ മനുഷ്യന്റെ മുറ്റത്തൊക്കെ നമ്മൾ വയലാണ് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോഴേക്ക് എത്രയോ ആളുകൾ സടകുടാ എന്നിട്ട് പറയലു കൊടുക്കും. ഇപ്പൊ പിന്നെ ഗൾഫൊക്കെ കുറച്ച് ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. അള്ളാഹു എന്നാലും ബർക്കത്ത് തരട്ടെ. ബിസ്മില്ലാ. ഇതിപ്പം പെട്ടെന്ന് വേണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ്. ഇനി ആരുണ്ടോ? ഒരു 5000.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമയം കുറെ ആയി, വേഗം പറയും. ആരെങ്കിലും ഉണ്ടോ? എന്നാലും യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ പരിശുദ്ധമായ സഭയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാം. ഇനി ആരും ഉണ്ടോ? ബിസ്മില്ലാ. 5000 കൊടുക്കാൻ പറ്റിയ ആളുണ്ടോ? ഒരു 2 പില്ലറും കൂടി കിട്ടാൻ ഇപ്പൊ നമുക്ക് എന്താ വഴി? നമുക്കൊരു 2000 കൊടുക്കാം. ബിസ്മില്ലാ. 2000-ന്റെ ഒരു 10 ആള് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു സാധിക്കണ സംഗതിയാണ്. അല്ലാഹ് അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കുറേ രോഗങ്ങൾ ഉണ്ട് എന്നാ പറയണത്. പക്ഷെ ഞാൻ മൂപ്പരങ്ങനെ ശ്രദ്ധിച്ച് മൂപ്പര് നടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നു, വീണ്ടും ഇറങ്ങിപ്പോകുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. എന്താ സുഖം ഉണ്ടാകും? ഒരസുഖവും കാണുന്നില്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ, അള്ളാഹു റാഹത്ത് തരട്ടെ. അൽഹംദുലില്ലാ. ഞാനിങ്ങോട്ട് വരുന്നെന്ന് കേട്ടപ്പോ ഈ മൂപ്പര് ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അൽഹംദുലില്ലാ. നേരത്തെ നമ്മൾ തമ്മിലൊരു ബന്ധാണ്. മക്കളെ കൊണ്ടൊക്കെ നീ നല്ല ഖൈർ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ ഹാജി, അവരെ ഭാര്യ, മക്കള്, നേരത്തെ മരണപ്പെട്ടു പോയ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവർക്കും പടച്ചവനെ നിങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അപ്പൊ 2000. പിന്നെ ആരാ 2000? വേഗം ബിസ്മില്ലാ. അവിടെ ഒരാൾ 2000. 2000-ന്റെ രണ്ടാമത്തെ ആള്. പിന്നെ ആരാ 2000? വേഗം പറയും. ബിസ്മില്ലാ. ഒരു 2000. ബിസ്മില്ലാ. ഒരു 2000 നമുക്ക് ഇപ്പോൾ വെറുതെ കുറ്റിയിലിട്ട് ഒരു കൂട്ടിയാൽ നമ്മുടെ സിറാജിൻ്റെ ഒരു 2000. 2000-ന് 3 ആളായി. അള്ളാഹു സിറാജ് നല്ല ദീനി സേവനം ചെയ്ത ആളാണ്. നമ്മൾ അബുദാബിയിലൊക്കെ എന്താ പ്രവർത്തനം നമ്മുടെ മനുഷ്യന് വേണ്ടി, മർക്കസിന് വേണ്ടി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു എന്നെ കബൂലാക്കണേ അല്ലാഹ്. അപ്പൊ 2000-ന് 3 ആളായി. പിന്നെ ആരാ? ബിസ്മില്ലാ. മർഹബാ. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത് നേരത്തെ പറയേണ്ട ആളാണ്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അപ്പൊ 2000-ന്റെ 4 ആളായി. അൽഹംദുലില്ലാ. പടച്ചോനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാ 5-ാമത്തെ ആള്? ബിസ്മില്ലാ. 5-ാമത്തെ ഒരാളും കൂടി. ബിസ്മില്ലാ. വേഗം ഒരു 2000. ബിസ്മില്ലാ. ആരാളുള്ളത്? ഒരു 2000 കൊടുക്കാൻ. നമുക്ക് ഒരു രണ്ടാളും ഓരോന്ന്. അൽഹംദുലില്ലാ. 2000. ഒരു സഹോദരി 2000, അവരെ ഭർത്താവും 2000. പടച്ചോനെ രണ്ടാക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. തങ്ങളെടുത്ത് പ്രത്യേകം അറിയിച്ചതാ ഭാര്യയും ഭർത്താവും. അല്ലാഹു റബ്ബി. രണ്ടാളും 2000. അപ്പൊ നമുക്ക് എന്തായി? 2000-ന്റെ 4ഉം 5ഉം 6 ആളായി. അൽഹംദുലില്ലാ. പടച്ചോനെ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇനി ആ പില്ലർ പൂർത്തിയാകാൻ 2 ആളാകിട്ടുണ്ട്. 2000-ന്റെ 2 ആള്. ബിസ്മില്ലാ. ഒരു 2000-ന്റെ 2 ആളും കൂടി പറയും. അള്ളാഹു എന്നെ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാ. ആരാണ്? ഒരു സക്കാഫി 2000. അൽഹംദുലില്ലാ. ഒരു സയ്യിദിനെ കൊണ്ട് നമ്മൾ തുടങ്ങിയത്. അൽഹംദുലില്ലാ. സക്കാഫിക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ 2000-ന്റെ 7 ആളായി. ഒരാളെയും കൂടി കിട്ടിയാൽ നമുക്കത് പൂർത്തിയാവും അല്ലേ? മഹ്മൂദിന്റെ 2000. അപ്പൊ അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്ത പില്ലർ പൂർത്തിയായി. അള്ളാഹു എന്നെ ഖൈറും ബർക്കത്തും ഏറ്റു കൊടുക്കണേ അല്ലാഹ്. 8 ആള് കൂടി ചേർന്നിട്ട് ഒരു പില്ലർ. അൽഹംദുലില്ലാ. റഷീദ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളാണ് ഒരു ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി ഒരു പില്ലർ. അൽഹംദുലില്ലാ. ആ സഹോദരിക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, എല്ലാവിധ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. റഷീദ നല്ല പേരാ. ഉദ്ഘാടനം ചെയ്ത ആൾ ഉഷാറായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി പെണ്ണുങ്ങളൊന്ന് കൂടി കൊടുക്കാൻ. നിങ്ങളാരാണുള്ളത്? വേഗം പറഞ്ഞോളൂ. പെണ്ണുങ്ങളെ എങ്ങനെയാ കിട്ടുക? ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ തരുന്നില്ല, പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ ചോദിച്ചാൽ കൊടുക്കല്. അപ്പൊ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഖിബത്ത് നന്നാക്കി തരും. പടച്ചോനെ സദഖന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹാർട്ടിനോ കിഡ്നിക്കോ ഒന്നിനും ഒരു തകരാറില്ലാതെ നീ കാവലാകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഷീദാന്റെ 2000. ഇനി ആരാ? വേറൊരു 2000. ബിസ്മില്ലാ. ഒരു പില്ലറും കൂടി നമുക്ക് പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാ. ഒരു 2000. അൽഹംദുലില്ലാ. പടച്ചോൻ 2000 അവിടെ. 3 ആളായി. 2000. രണ്ടാൾക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. 2 സഹോദരന്മാർ. അപ്പൊ 3 ആളായി. അൽഹംദുലില്ലാ. 3 ആൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. പിന്നെ ആരാ? വേഗം പറയും. ഒരു 2000. യാ റബ്ബ്. ഇനി ആരുണ്ടോ 2000-ന്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ 2000-ന്റെ 3 ആളല്ലായത്. അപ്പോൾ 6000 ആയി. ഇനി ബാക്കി എത്ര ഉണ്ടായിന്? 12000 ആണല്ലേ?
നമുക്കൊരു 12 ആള് പറയാം 1000 റുപ്യ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1000ന്റെ ഒരു 10 ആൾ ഇപ്പം വേഗം പറയാം. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. പടച്ചോനെ, അതിനൊപ്പം നിൽക്കുന്നവർക്ക് നീ എല്ലാവിധ ഇസ്സത്തും കൊടുക്കണേ അല്ലാ. ഒരാൾ വേഗം പറയും 1000. ബിസ്മില്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മൂപ്പരുത് 1000. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ ഖൈർ കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാ. ഇനി ആരാ? രണ്ടാമത്തെ ഒരാൾ 1000. അൽഹംദുലില്ലാ. രണ്ടാക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഇനി ആരാ? മൂന്നാമത്തെ 1000. അൽഹംദുലില്ലാ. 1000. ഇതെന്താന്നറിയോ? ചിലപ്പോ ഇത് ഒന്നിച്ച് ഒരാളാണ് എടുത്തു വന്നിരിക്കും. പക്ഷെ നമുക്ക് നമ്മളെ പങ്കാളിത്തം വഹിക്കണ്ടേ? അതാ 1000ന്റെ 3 ആളായി. ബിസ്മില്ലാ. പിന്നെ ആരാ? അൽഹംദുലില്ലാ. 1000. അൽഹംദുലില്ലാ. 1000ന്റെ 4 ആളായി. അള്ളാഹുവിനെ റഹ്മത്തും ബർക്കത്തും കൊടുക്കണേ അല്ലാ. 4 ആളായി 1000ന്റെ. പിന്നെ ആരാ? അഞ്ചാമത്തെ ഒരാൾ. ബിസ്മില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചാമത്തെ ഒരാൾ വേഗം വേണം. ആ പെണ്ണുങ്ങളെന്തോ പറഞ്ഞോ? അവനെ അവിടെ നിന്ന് സൗണ്ട് കേട്ട പോലെ എന്തോ നിക്കറിയല്ലേ? അപ്പൊ അങ്ങനെ അഞ്ചാമത്തെ ഒരാളാരാ? അഞ്ചാമത്തെ ഒരാൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനുണ്ടോ? നമുക്കത് പൂർത്തീകരിക്കാൻ ഒരാൾ അഞ്ചാമത്തത്. അൽഹംദുലില്ലാ. 5. ഇനി നമുക്ക് ഇസ്ലാം കാര്യം 6 ആണ്. ആറാമത്തെ ഒരാൾ പറയും അൽഹംദുലില്ലാ. അള്ളാഹു ഈ 5 ആക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. നേരത്തെ റഷീദ അങ്ങനെ തുടങ്ങിയിട്ട് 3 ആൾ. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഇനി നമുക്ക് 5 ആളും കൂടി. ആറാമത്തെ ഒരാൾ പറയും 1000 റുപ്യ. ബിസ്മില്ലാ. അവിടെ ഒരാൾ. അൽഹംദുലില്ലാ. 6. പടച്ചോനെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. സുമയ്യ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി 2000. അൽഹംദുലില്ലാ. വേറൊരു റഷീദ 2000. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ റഷീദ ഉദ്ഘാടനം ചെയ്ത പിന്നെ പില്ലർ മറ്റൊരു റഷീദനെ കൊണ്ട് പൂർത്തിയായി. അൽഹംദുലില്ലാ. 4 പില്ലർ നമുക്ക് ഒരു റായത്തായിട്ടുണ്ട്. എല്ലാവരും ഒരു സലാത്തിയല്ലേ? സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വ ആലിഹി. ഇവിടെ വഫാത്തായി കിടക്കുന്ന മഹാനവറുകളും മറ്റു സാദാത്യങ്ങളും ഒക്കെ ഉൾപ്പെടെ അഞ്ചാമത്തെ ഒരു പില്ലർ. ഒരു സഹോദരി 2, വേറെ 2 സഹോദരിമാര് 2000. അപ്പൊ 4000. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇസ്ലാം കാര്യം 5 ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു അഞ്ചാമത്തെ ഒരു പില്ലറും കൂടി പൂർത്തിയാകുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അൽഹംദുലില്ലാ. ഇനി ആരുണ്ടോ? ഞാൻ നിർത്തുകയാണ്, വേഗം പറഞ്ഞോളൂ. ബിസ്മില്ലാ. ഇതിപ്പോ ഇന്ന് ഖലീൽ തങ്ങൾ പാപ്പ അടക്കം വന്ന ഒട്ടേറെ സയ്യിദന്മാർ ആ നിക്കാഹിന് വന്ന കൂട്ടത്തിലൊക്കെ എത്ര സയ്യിദന്മാരാന്നറിയാം. അല്ലാഹു റബ്ബി. അപ്പൊ അവരൊക്കെ വന്നൊരു മജ്ലിസാണ് ഇന്ന്. പ്രത്യേക ദുആക്ക് ബർക്കത്തുള്ള ദിവസം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ആരുണ്ടോ? ബിസ്മില്ലാ. ഒരു പില്ലറിൽ 15000ക്ക് 4000 ആയുള്ളൂ. അഞ്ചാമത്തെ പില്ലർ. ബിസ്മില്ലാ. ഇനി ആരാളുള്ളത്? നമുക്ക് ഇവിടെ വഫാത്തായി കിടക്കുന്ന മഹാനവറുകൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു. അവരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. തങ്ങന്മാരാരെങ്കിലും ഒരാൾ ദ്വാർക്കും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട കഴിഞ്ഞ വർഷം വാഗ്ദത്തം ചെയ്ത ഒരാളെ സിദ്ദീഖ് മൗലവി. പടച്ചവനെ അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇപ്പൊ 5ാമത്തേതിലേക്ക് കടന്നിട്ടുള്ളൂ. അതെ, ആ 5ാമത്തെ പില്ലറിൽ 4000 ആയി. തങ്ങളൊപ്പം ഞാനും തങ്ങളും കൂടി ഒറ്റ ഉസ്താദിന്റെ അടുത്ത്, കട്ടിപ്പാറ ഉസ്താദിന്റെ അടുത്ത് തങ്ങളൊന്നും അതല്ല ഒരു അല്ലേ. അല്ലാഹു റബ്ബി.
തങ്ങളും ഞാനും കൂടി മർക്കസിലെ മുദ്ദരിസായി നിൽക്കുന്ന കട്ടിപ്പാറ ഉസ്താദിന്റെ കട്ടിപ്പാറ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ രണ്ടാളും. ഞങ്ങൾ ഒരു കമ്മിറ്റിയുണ്ട്, ബിഷാറ എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റിയിൽ ഞങ്ങൾ രണ്ടാളും എപ്പോഴെങ്കിലും ഹാജരാകുള്ളൂ. എന്നാലും ശരി, കമ്മിറ്റി നല്ല മട്ടത്തിൽ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ചെറിയൊരു ക്ഷീണമുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. AP ഉസ്താദും കട്ടിപ്പാറ ഉസ്താദും എന്ന് പറഞ്ഞാൽ അത്ര വലിയ യോഗ്യം, അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, മർക്കസിലെ പ്രധാന മുദരിസ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നല്ല വഅദ് പറഞ്ഞിട്ട് മൂപ്പര വാപ്പാനങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു. അല്ലാഹു റബ്ബി, വാപ്പ കൊയിലാണ്ടി, താമരശ്ശേരി, ഓമശ്ശേരി, ബാലുശ്ശേരി, അങ്ങനെ അങ്ങോട്ട് ആ തലശ്ശേരി, കൊയിലാണ്ടി, വടകരൻ്റെ ഇടയ്ക്ക് മൂപ്പര് വഅദ് പറയാത്ത നാടുണ്ടാവില്ല. അങ്ങനത്തെ മഹാനായിരുന്നു. അള്ളാഹു നീ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാ, നീ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പോ ഒരു പില്ലർ, അതാ 4000 നിൽക്കുന്ന പില്ലർ, ബാക്കി 11,000 അഞ്ചാമത്തത് പൂർത്തിയാക്കാൻ. അത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ 5 പില്ലറായി. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനി നിങ്ങളെല്ലാവരും ഒരു സദക്ക നിയ്യത്തായിക്കോളി. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് നിങ്ങളത് തന്നാൽ മതി. അത് നിങ്ങൾ 500 500 കരുത്, 500 ഇല്ലാത്തവര് 200, 200 ഇല്ലാത്തവര് 100. എല്ലാവരും റെഡി കാശ്. നമ്മളെല്ലാവരും അല്ലാഹു തആല നമ്മളെ വീട്ടിന്റെ അകത്ത് കരണ്ട്, ഗ്യാസ് രണ്ടും അപകടം. നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, ബൈക്ക്, വാഹനം ഒക്കെ അപകടം. അല്ലാഹു നമ്മളെ എല്ലാ അപകടത്തിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അതിനൊക്കെയുള്ള ഒരു സദക്കയായിട്ട് ഒരു ചെറിയ സദക്ക എല്ലാവരും മനസ്സിൽ കരുതുക. നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أرحم الراحمين يا الله، مالك الملوك يا الله، خالقും റാസിഖും يا الله. ഈ കൂടിയ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കൾ, കൂട്ടുകുടുംബങ്ങൾ, രക്തബന്ധ വിവാഹ ബന്ധത്തിലുള്ളവർ, അല്ലാഹുവേ ഈമാനികമായി ഞങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും അവർക്കും ഞങ്ങൾക്കും ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, നിഅമത്ത് നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, അപകടങ്ങളെ കാക്കണേ അല്ലാഹ്, ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്, മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാഹ്, ഫിത്നകളിൽ നിന്ന് കാവലാകണേ അല്ലാഹ്, സാഹിര്യങ്ങളെ സിഹ്ർ കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ദുൽമ് കാക്കണേ അല്ലാഹ്, കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹ് 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 അഹ്ലു ബൈത്തിലെ ഉമ്മമാരും സഹോദരന്മാരും, അഹ്ലു ബൈത്തിലെ ബീവിമാരും സഹോദരിമാരും, അല്ലാഹ് അഹ്ലു ബൈത്തിലെ ചെറിയ മക്കളടക്കം ദുആഇന് ആമീൻ പറയുന്നുണ്ടല്ലോ, മുതഅല്ലിമീങ്ങൾ ആമീൻ പറയുന്നുണ്ടല്ലോ. അല്ലാഹുവേ എത്രയോ നല്ല നല്ല ഉമറാക്കളും പ്രവർത്തകരും ആമീൻ പറയുന്ന ഈ മജ്ലിസിലെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ശാരീരിക മാനസിക രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. കിഡ്നി രോഗം നൽകല്ലേ അല്ലാഹ്, ഹാർട്ട് രോഗം നൽകരുതേ അല്ലാഹ്. അല്ലാഹ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ശിഫ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഓശാരമായി നീ ഞങ്ങൾക്ക് തന്ന ഒരു അവയവം മുറിച്ച് കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതോ ആയ രോഗം തരല്ലേ അല്ലാഹ്. കബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളെ രക്തബന്ധത്തിലുള്ളവരുണ്ട്, വിവാഹ ബന്ധത്തിലുള്ളവരുണ്ട്. അല്ലാഹ് മരിച്ചവരെ പറയുമ്പോൾ അവരെ
മുഖം ഞങ്ങളെ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്. അല്ലാ, മരണപ്പെട്ടവരെ ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, അവരെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ അഅ്ളം അവർക്കൊരു തണലാക്കണേ അല്ലാ, അവർക്കൊരു തുണയാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഹയാത്തിലുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഹയാത്തുള്ള ഉസ്താദുമാർക്ക് രോഗശിഫയും ആഫിയത്തും നൽകണേ അല്ലാ. താജുൽ അർഹമുർ റഹീമേ സുൽത്താനുൽ ഉലമ ശൈഖുനാ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മക്കാമിൽ വിശ്രമിക്കുന്ന ഉപ്പാപ്പയും ഞങ്ങളെ റിയാഉൽ മുസ്തഫ ഉപ്പാപ്പയും അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞല്ലോ. ഞങ്ങളെ ഈ ദുആ അവരെ ഖബറിലേക്ക് ഒരു തണലാക്കണേ അല്ലാ. എന്റെ മുഹബ്ബീങ്ങളും കുടുംബങ്ങളും എന്നെ മറന്നിട്ടില്ലല്ലോ എന്ന സന്തോഷം അവരെ ഖബറിലേക്ക് നീ നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, പെട്ടെന്നുള്ള മരണം, എൻ്റെ ഒരു അളിയൻ ഭാര്യയുടെ ആങ്ങള അയ്യൂബ് പെട്ടെന്നാണ് മരിച്ചുപോയത്. ഇന്നും ആ കുട്ടികൾക്ക് പടച്ചവനെ, ചെറിയ മക്കൾ, ഞാനിങ്ങനെ പള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അയ്യൂബിന്റെ 2 ചെറിയ പേരക്കുട്ടികൾ വന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ആ ചെടിമ്മൽ ഇങ്ങനെ തൊട്ടിട്ട് ഫാത്തിഹ ഓതി പോവുക. ഒരു കുട്ടിക്ക് 6 വയസ്സാവും, മറ്റേ കുട്ടിക്ക് 4.5 വയസ്സൊക്കെ തോന്നും. അങ്ങനെയുള്ള 6-7 വയസ്സുള്ള മക്കള് ആ ഉപ്പപ്പാന്റെ ഖബറിന്റെ അടുത്ത് വന്ന് പോകുന്ന രംഗം കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. അല്ലാഹുവേ, ചെറിയ പ്രായത്തിലും വലിയ പ്രായത്തിലും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, ഇവിടെ വിശ്രമിക്കുന്ന ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് ഇവിടെ ഒരു സ്ഥാപനം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് എളുപ്പത്തിൽ പൂർത്തിയായി കാണാൻ 40-ാം ആണ്ട് നടത്തുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. തങ്ങളവർകളെ 2 മക്കൾ കൊടുകിൽ പോയിട്ട് അവിടെ ദീനിന്റെ ഹയാത്തിന് വേണ്ടി ബഅൽവി അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെയൊക്കെ ഭാര്യ ഭർത്തൃ ജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് മക്കൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഈ മാട്ടൂരിലും പരിസരത്തുമൊക്കെ എത്രയോ ഉമ്മമാര്, ഗൾഫിലൊക്കെ നമ്മളെ കൂടെ ഹജ്ജിന് വന്ന എത്രയോ സഹോദരിമാര് നല്ല ഇബാദത്തുള്ളവരാണ്, നല്ല ഖുർആൻ ഓതുന്നവരാണ്, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അല്ലാ അല്ലാ അല്ലാ, അവർക്കെല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. നാരിയത്ത് സ്വലാത്ത് കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച് അബൂദാബിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് റെയിൻബോ ഹമീദ് ഹാജി. അല്ലാഹു റബ്ബി, പടച്ചവനെ, എത്രായിരങ്ങളെ കൊണ്ട് അദ്ദേഹം സ്വലാത്ത് ചൊല്ലിച്ചു, എത്രായിരങ്ങൾക്ക് അദ്ദേഹം സദക്ക കൊടുത്തു. നീ അദ്ദേഹത്തിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഈ മാട്ടൂൽ മനുഷ്യവുമായും ഈ സ്ഥാപനവുമായും മറ്റു പലതുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന മർക്കസുമായും മഅ്ദിനുമായും സിറാജുല്ലുദയുമായും മജ്മഉമായും ഒക്കെ ബന്ധപ്പെട്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഖൈറായതൊക്കെ നീ നൽകണേ അല്ലാ. നമ്മുടെ നിലമ്പൂര് മജ്മഇന്റെ കലണ്ടറും കൊണ്ട് ഈ മാട്ടൂര് മക്കൾ വന്നപ്പോൾ ചില വീടുകളിലൊക്കെ കയറിയപ്പോ ഉമ്മമാര് പറഞ്ഞു, കൂറ്റമ്പാർ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ കലണ്ടറാണോ, എന്നാ ഇവിടെ ഒന്ന് വെച്ചോളും, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വന്നോളും, നോമ്പ് തുറക്കാൻ ഇവിടെ വന്നോളും എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ച സന്തോഷം കുട്ടികൾ വന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹു തആല നമ്മളെ വീടുകളിലെല്ലാം ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അതേപോലെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, മുഅല്ലിമീങ്ങൾക്ക് ഖതീബുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഞങ്ങളെ ഉമ്മമാര് സഹോദരിമാര് എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും നേർച്ചയുടെ ഭക്ഷണം എത്തി. ഈ ഭക്ഷണത്തിന് അരി തന്നവര്, മാംസം തന്നവർ, അതിനുവേണ്ടി ഉത്സാഹിച്ച വളണ്ടിയർമാര്, അതിന് സാമ്പത്തിക സഹായം ചെയ്തവര്, അല്ലാ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും മേൽ പറയപ്പെട്ടവർക്കും ഈമാനിന് യഖീൻ നൽകണേ അല്ലാ. കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചതിന് മാപ്പ് നൽകണേ അല്ലാ. ചെയ്യാൻ പോകുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. വല്ലതും ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ അല്ലാ. ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കളും ഞങ്ങളാക്കി തർബിയത്ത് ചെയ്ത ഉസ്താദുമാരും മശായിഖുമാരും അവരെ പൊരുത്തം ഞങ്ങളെ എല്ലാ വിഷയത്തിലും നീ നിലനിർത്തണേ അല്ലാ.
ഞങ്ങളെ കേരളത്തിന് ഇനി ഒരു പ്രളയം, ഇനി ഒരു കൊറോണ, ഇങ്ങനത്തെ വിഷമങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഫലസ്തീനിന്റെ മണ്ണിൽ ഞങ്ങളെ മക്കളെ ചോര പൈതലുകളെ അരിഞ്ഞു കൊല്ലുകയാണ്. ആ മക്കളെ തൊണ്ടയിലേക്ക് ഒരു തുള്ളി വെള്ളമുറ്റിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ. പടച്ചവനെ, ഇസ്രായേലിന്റെ ധിക്കാരിയായ പ്രധാനമന്ത്രിയെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. നിന്റെ കുദറത്ത് നീ കാണിക്കണേ അല്ലാ. ഞങ്ങൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം സൗഹാർദ്ദത്തിന്റെ രാജ്യമാക്കി നീ നിലനിർത്തണേ അല്ലാ. അർഹമുർ റഹീമേ, ഒരു നാൾ മരിക്കേണ്ടി വരും. നല്ല മാസത്തിലാക്കണേ അല്ലാ, നല്ല ദിവസത്തിലാക്കണേ അല്ലാ, നല്ല സമയത്താക്കണേ അല്ലാ. ഞങ്ങളെ ഈ ദുആകളിലെല്ലാം നാട്ടിലും പ്രവാസ ലോകത്തുമുള്ള എല്ലാവരെയും ചേർത്ത് സ്വീകരിക്കണേ അല്ലാ. മരണാനന്തര ജീവിതം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലാ. ഞങ്ങളെ റിക്കാർഡുകളൊക്കെ വലത് കയ്യിൽ വാങ്ങുന്നവരാക്കണേ അല്ലാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തിലും ഹൗദുൽ കൗസറിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഫാത്തിമ ബീവിയെയും ആയിഷ ബീവിയെയും സിദ്ദീഖ തങ്ങളെയും ഖത്താബ് തങ്ങളെയും ഒക്കെ നാളെ ആഖിറത്തിലെങ്കിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കണ്ടുമുട്ടാൻ, സർവോപരി മുത്തുനബിയോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും